ാണ് ദൈവം കണക്ട് ചെയ്തിരിക്കുന്നത്. ഉടമ്പടിയുടെ കൂടെ തന്നെയാണ് ദൈവം എപ്പോഴും വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുന്നത്. ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും, ജോലി, വീട്, വിവാഹം തൊട്ട് നിത്യത വരെ എല്ലാം ദൈവം, അങ്ങനെയുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവം അത് നേടുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ദൈവം അത് സിമ്പിൾ ബ്ലെസ്സിങ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കേവല അനുഗ്രഹങ്ങളല്ല, ദൈവം വാഗ്ദാനങ്ങളാണ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണതെല്ലാം വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിൽ ഒരു അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. പഞ്ചായത്തിൽ ഒരു നമ്മുടെ വീട്ടിലുള്ള കുളം അല്ലെങ്കിൽ ഒരു ജലസംഭരണി, കണ്ടം എന്നൊക്കെ പറയും ആലപ്പുഴ പ്രദേശത്ത്, അത് ഒന്ന് ആഴപ്പെടുത്തി ഭംഗിയാക്കി അതിൽ മെയിൻ വളർത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി ഒരു ആപ്ലിക്കേഷൻ വെക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് വെക്കുന്നു. പക്ഷേ ഗവൺമെൻറ് എന്താണ് ചെയ്യണത്? ഉടനെ അതിന് സ്കീമുണ്ടോ എന്ന് നോക്കും. അതൊക്കെ മുമ്പ് തന്നെ ഗവൺമെൻറ്റിന് ആ വിഷയത്തിൽ പദ്ധതി ഉണ്ടോ എന്ന് നോക്കും. പദ്ധതിയാണ് ആദ്യം നോക്കുന്നത്. പദ്ധതി ഇല്ലെങ്കിൽ അപ്പം തന്നെ അപേക്ഷ തള്ളിപ്പോകും. പദ്ധതി ഉണ്ടെങ്കിൽ അതൊരു സ്കീം ഉൾപ്പെടുത്തിയായിരിക്കും ഗവൺമെൻറ് അത് ജനങ്ങളിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ സ്കീം ഇപ്പോഴുണ്ടോ എന്ന് നോക്കും. പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല, സ്കീം ഇപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള വിഷയമാണ് ബൈബിളിലുള്ളത്. പക്ഷേ ബൈബിളിലുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും വേണ്ടി പദ്ധതി ഉണ്ടെന്നുള്ളതാണ്. എല്ലാത്തിനും വേണ്ടി സ്കീമുണ്ട്. അതാണ് ഈ ലോകത്തിൻ്റെ രാജ്യവും ദൈവരാജ്യവും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ലോകരാജ്യത്തിൽ ചില കാര്യങ്ങൾക്ക് ചില കാലങ്ങളിലായിരിക്കും പദ്ധതി ഉണ്ടാകണത്, സ്കീം ഉണ്ടാകണത്. ദൈവരാജ്യത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാലങ്ങളിലും സ്കീമുണ്ടാകും. ഈ ഒരു വ്യത്യാസമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും സ്കീമുണ്ടാകുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇപ്പോഴേ റിയ റേച്ചലിൻ്റെ സാക്ഷ്യം കേട്ടാൽ നമ്മൾക്ക് വളരെ സർക്കാസ്റ്റിക്കായിട്ട് തോന്നും. റിയ റേച്ചൽ എന്താ പറയണത്? ആ സാക്ഷ്യം നല്ല റീച്ചിങ്ങുള്ള സാക്ഷ്യമാണ്. അവരുടെ വിഷയം, അവരുടെ ഒരു 12 വയസ്സിൽ വെച്ച് അവരുടെ മുടി മൊത്തം പോകും, തലമുടി മൊത്തം നഷ്ടപ്പെടും. അപ്പോൾ നമുക്കറിയാമല്ലോ. എന്നിട്ട് ഇതിന് വേണ്ടി ഇവർ 8 കൊല്ലത്തോളം ചികിത്സ നടത്തും. കാര്യം പെൺകുട്ടിയാകുമ്പോൾ, വളർന്നു വരുന്ന പെൺകുട്ടിയാകുമ്പോൾ അവരത് പറയുന്നുണ്ട്. വളർന്നു വരുന്ന ഒരു പെൺകുട്ടിക്ക് തലമുടി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത മാനസിക പീഡ അവർ അനുഭവിക്കുകയാണ്. എല്ലാ മേഖലകളിലും അത് പ്രശ്നമാകും. അവിടെ പ്രൊഫഷനെ ബാധിക്കും, വിവാഹത്തെ ബാധിക്കും, കുറേ പ്രശ്നങ്ങളാണ്. അല്ലാതെ നമ്മളൊരു തലമുടി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നമല്ലത്. അത് മുന്നോട്ട് ചെല്ലും തോറും ഉത്കണ്ഠകളുടെ പെരുക്കമാണ് വരണത്. എന്താ വരണത്? അത് അവരുടെ പ്രൊഫഷനെ ബാധിക്കും തീർച്ചയായിട്ടും. പിന്നീട് അവരുടെ വിവാഹത്തെ ബാധിക്കും. ഇങ്ങനെ കുറേ വിഷയങ്ങളാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് അവർ 8 കൊല്ലമാണ് ഈ റിയ റേച്ചൽ ചികിത്സ നടത്തുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് 8 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട ലഭ്യമായിട്ടുള്ള എല്ലാവിധ ചികിത്സകളും അവരത് നടത്തുകയാണ്. പക്ഷെ അതിന് വലിയ ഫലമില്ലെന്ന് പറയണത് നമ്മളുടെ ഒരു പാർശ്വമായിട്ട് കഷണ്ടിയായി പോകുന്ന അവസ്ഥയല്ല. ഇവർ ഫുൾ ബ്ലാഡഡാണ്. അതായത് മുഴുവൻ കഷണ്ടിയായി പോവുകയാണ്. മുഴുവൻ കഷണ്ടിയായി പോകുമ്പോൾ ഇപ്പോൾ ക്യാൻസർ രോഗികളൊക്കെ ആണെങ്കിൽ അവർ കീമോ ഒക്കെ എടുക്കുമ്പോൾ കഷണ്ടിയായി പോയാലും ഒരു ടൈം കഴിയുമ്പോൾ അത് തിരിച്ചു വരും, ആ മുടികൾ തിരിച്ചു വരും. അങ്ങനെ ബാൾഡായി പോണതല്ല, ഇത് ഒരു ഡിസീസാണ്. അവർ ആ ഡിസീസിൻ്റെ പേര് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അലോപേഷ്യ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അലോപേഷ്യ ഏരിയറ്റ ഓട്ടോ ഇമ്മ്യൂണിയൻ ഡിസീസ് എന്നാണ് അവർ പറയണത്. എന്ന് വെച്ചാൽ അതിൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ, കോശങ്ങൾ തന്നെ കോശങ്ങളെ കൺസ്യൂം ചെയ്യും. അതാണല്ല ഓട്ടോ ഇമ്മ്യൂണിയൻ എന്ന് പറയണത്. അതായത് കോശങ്ങൾ തന്നെ കോശങ്ങളെ കൺസ്യൂം ചെയ്യും, തിന്നുകളയും. പിന്നെ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. ഇതിന് മരുന്നുമില്ല. ഈ ഒരു സ്ഥാനം അങ്ങനെ 8 കൊല്ലം മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. എവിടെ ചെന്നാലും വൈദ്യശാസ്ത്രം നൽകുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ട് ഇവിടെ. കാര്യം ഇത് കോശങ്ങളെ കഴിക്കുന്ന അലോപേഷ്യ ഏരിയറ്റ രോഗമാണ്, ഓട്ടോ ഇമ്മ്യൂണിയനാണ്, കോശങ്ങൾ കഴിക്കുന്നതാണ്. നമുക്ക് നിലവിൽ അതിന് മരുന്നില്ല എന്ന് പറയും. അപ്പോഴെന്ത് ചെയ്യും ഇവർ? ഇത്രയും നാൾ കാശ് കുറേ മുടക്കി കാണുമല്ല, ഒരു പക്ഷേ ആയിരക്കണക്കിന് രൂപ മുടക്കി കാണും. 8 ലക്ഷം 8 വർഷം എടുത്തില്ലേ? അപ്പോൾ ഈ കേസ് ഹിസ്റ്ററി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈശോയുടെ അമ്മയുടെ നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥ ഈശോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്, അല്ലാതെ ഒരു കഥ കേൾക്കുകയല്ല. ഈ അൾത്താറയെ വെച്ച് എന്താണ് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറയിൽ വെച്ച് അമ്മയുടെ മധ്യസ്ഥത്തിൽ പണ്ട് കാനായിൽ വെള്ളം വീഞ്ഞാക്കിയ വിഷയം പറയുകയല്ല. ഇന്ന് ഈശോ ഇപ്പം ഇവിടെ വെച്ച് എന്ത് ചെയ്തതെന്നാണ് ഞാൻ പറയണത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? അച്ഛൻ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങളെല്ലാം പറയും. ആ കാരണങ്ങളെല്ലാം നിങ്ങൾ ഈ ധ്യാനത്തിലൂടെ റെക്ടിഫൈ ചെയ്താൽ ഇതുപോലെ തന്നെ സെയിം എക്സ്പീരിയൻസ് നമുക്ക് ഏത് സമയത്തും ഉണ്ടാവും. അത്ഭുതങ്ങളൊന്നും അത്ര ഒരു അകലെയല്ല. ശരിക്കും കൃപാസനത്തിൻ്റെ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലോപേഷ്യ ഏരിയറ്റ രോഗത്തിന് മെഡിസിൻ ഇല്ല. അത് കോശങ്ങളെ തിന്നുന്ന രോഗമാണ്. പക്ഷേ ഈ മെഡിസിൻ ഇല്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവരുടെ അമ്മ, ഈ റിയ റേച്ചലിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുക്കുന്നത്. അവർ ഉടമ്പടി എടുക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ടേ, അവർ പറയുന്ന സാക്ഷ്യം, അതായത് അവരാദ്യം ഈ 6 കാര്യങ്ങൾ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ 6 കാര്യങ്ങളിൽ ആദ്യം എഴുതണത് എന്താണെന്ന് അറിയാമോ? എൻ്റെ മകളുടെ തലയിൽ 10 വർഷമായിട്ട്, അതായത് 8 വർഷം മരുന്ന് ഉപയോഗിച്ചു, 2 വർഷം ഒരു മരുന്ന് ഉപയോഗിച്ചിട്ടെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല ഈ 8 വർഷം, ഈ 10 വർഷത്തോളം കാലം അവർ വേറെ വിഗ് വാങ്ങിച്ച് വെച്ച് നടക്കുകയാണ്. അതാണ് 8 വർഷം അല്ലെങ്കിൽ 10 വർഷം മുഴുവനും ഈ റിയ ഒരു വിഗ്ഗും വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇനി ഭാവിയിൽ ഡയറക്റ്റ് വിവാഹത്തിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ പ്രോബ്ലം ഉള്ളത് കൊണ്ടും പ്രൊഫഷൻ്റെ ജോലി പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം അവളുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം വെക്കുന്ന കാര്യം എന്താണ്? എൻ്റെ മകളുടെ തലയിലുള്ള തലമുടിയെല്ലാം തിരിച്ചു വരണമെന്നാണ് ആദ്യം എഴുതി വെക്കണം മാതാവിനോട് പറയണത്. അപ്പോൾ നിങ്ങളൊരു മനസ്സിലാക്കേണ്ടത്, ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഒരിടത്തും പോയി പ്രാർത്ഥിച്ചിട്ടില്ലേ? അതാണ് ചോദ്യം. ഈ 10 വർഷത്തിനുള്ളിൽ ഇവർ വേറെ ഇതുപോലെയുള്ള പ്രാർത്ഥനാ സങ്കേതങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്ക് ലഭ്യമായ എല്ലാ പ്രാർത്ഥനാ രീതികളും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രം മാത്രമല്ല, അതിൻ്റെ ഇരട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർ പ്രാർത്ഥിച്ച വിഷയങ്ങളെ, പ്രാർത്ഥിച്ച ഇടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. എങ്ങനെ ഉടമ്പടി മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് ഡിഫർ ചെയ്തിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഉടമ്പടിക്കുള്ള പ്രത്യേകത? ഈ ഉടമ്പടിയിൽ ഇത് വെക്കുകയും 90 ദിവസം, ഉടമ്പടിയുടെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 90ആണ്. അത് വാഗ്ദാന പേടകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വാഗ്ദാന പേടകത്തിൽ കുടികൊള്ളുന്നത്, ആ ദൈവസാന്നിധ്യമാകുന്ന കൃപാസനം, ആ ദൈവവചനം ഉൾക്കൊള്ളുന്ന കൃപാസനം എന്ന് പറയുന്ന സ്വർണ്ണ പേടകം ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ 90 ദിവസമാണ് അതിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ പരിശുദ്ധ അമ്മയാണ്
പഴയ നിയമത്തിലെ കൃപാസനത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണപേടകത്തിൽ കർത്താവിൻ്റെ വചനമാണ് ദൈവസാന്നിധ്യമായിട്ടിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവിക്കുന്നവനായ ദൈവം തമ്പുരാൻ, പുത്രൻ തമ്പുരാനാണ് വചനം മാംസമായി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോഴാണ് അമ്മ കൃപാസനമായി മാറണത്. അമ്മ ഈ കൃപാസനമെന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് 89 അമ്മ എന്നോട് പറയണത്. അതായത് ഞാനൊരു മരിയൻ ഇയർ അന്നുണ്ടായിരുന്ന കാലത്ത് അമ്മയെ ഞാൻ 7000 കുടുംബങ്ങൾ, അല്ല 1500 കുടുംബങ്ങൾ ഞാൻ കയറി ഇറങ്ങി അവർക്കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയുടെ തിരുസ്വരൂപത്തെ സ്വീകരിച്ച ഒരു ആഗസ്റ്റ് 11 1987. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്ക് അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടാൻ തുടങ്ങിയത്. അല്ല, ഇത് ഓൾ ഓൺ എ സഡൻ 2004 സംഭവിക്കണ വിഷയമല്ല. 87. അതായത് ഞാനിത് പറയണമെങ്കിൽ, അതായത് നിങ്ങളും ഇതുപോലെ ഈ വിഷയങ്ങൾക്ക്, ദൈവികമായ കാര്യങ്ങൾക്ക് സീരിയസ്നെസ് കൊടുക്കാത്തത് കൊണ്ടാണ് ദൈവാനുഭവം ഉണ്ടാകാത്തത്. വേറെ ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് ഓർക്കുകൊണ്ട് മാതാവിൻ്റെ രൂപം കൊച്ചിയിൽ നിന്ന് ആലപ്പുഴയിൽ കൊണ്ടുവരുന്നതാണ് വിഷയം. അതിൽ ഇതുപോലെ എല്ലാ ഇടവക അംഗങ്ങളെയും മെഴുകുതിരിയും കത്തിച്ച് പുറത്തിറക്കി ആയിരങ്ങളെ കൊണ്ട് ജപമാല ചെല്ലിച്ച് അമ്മയെ സ്വീകരിക്കുമ്പോൾ, രാത്രി മുഴുവൻ പള്ളിയിൽ സ്വീകരിച്ചിട്ട് അവിടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പല ഇടവകകളിലൂടെയാണ് അമ്മ കടന്നു പോകുന്നത്. അപ്പം അമ്മയ്ക്കറിയാം ഏതെല്ലാം ഇടവകയിലൂടെ കടന്നു പോകുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെയൊക്കെ സംഭവിച്ചതെന്ന്. ചില ആൾക്കാർ അട്ടിപ്പാർട്ടിക്കാർക്ക് പതാകയ്ക്ക് സ്വീകരണം കൊടുക്കണം. ഒരു മാലയെ വിട്ട്, ഒരു കൈക്കാരന് ഒരു അച്ഛനൊക്കെ ആയിട്ട് ഒരു മാലയൊക്കെ ഇട്ട് അമ്മയെ പറഞ്ഞു വിടും. ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കുന്നു, അതാണ് വിഷയം. അല്ല, ഇതൊക്കെ ഒരു ആചാര അനുഷ്ഠാന വട്ടമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ അങ്ങനെ ചെയ്ത് നമ്മൾ മരിച്ചു പോകും. പക്ഷെ ഓരോ വിഷയവും എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധാത്മാവ് നമുക്കൊരു ഒരു ഇൻറ്റ്യൂഷൻ തരണം. അതായത് പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും. പ്രെയർ സീരിയസ് ആയിട്ട് എടുക്കുന്ന ചില ആൾക്കാർക്ക് വളരെ വൈകാരികമായിട്ട് എടുക്കാം. ഈ ദിവസങ്ങളിൽ തന്നെ ഈ റിയ റൈച്ചൻ്റെ സാക്ഷ്യത്തിൻ്റെ കൂടെ ഉള്ളൊരു സാക്ഷ്യം, അതുപോലെ രസകരമായൊരു സാക്ഷ്യമുള്ളത് ഷേർലി വട്ടിയൂർക്കാവാണ്, ട്രിവാൻഡ്രത്തെ ഷേർലിയുടെ സാക്ഷ്യം. ഷേർലിയുടെ സാക്ഷ്യം എന്ന് വെച്ചാൽ, ഒരു മകന് ഇൻ്റർവ്യൂവിന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? എൻ്റെ ഫോറിൻ യൂണിവേഴ്സിറ്റിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്, UK ഇൻ്റർവ്യൂ ആണ്. അവൻ +2 ആണ്. പക്ഷേ ആ ഫോൺ ഇൻ്റർവ്യൂവിൽ അവൻ പരാജയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ് അവന് ടെൻഷനായി, അവൻ പെട്ടെന്ന് ടെൻഷൻ കയറുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പരാജയപ്പെട്ട പിന്നെ അവനെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോഴെന്താ അവർ ചെയ്യണത്? അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനോട് പറഞ്ഞ, മകനെ നീ അടുത്ത ഇൻ്റർവ്യൂവിന് പങ്കെടുക്കും, നിനക്ക് അമ്മ അത് തരും. ഈ ചില അമ്മമാർക്കുണ്ടാകുന്ന ഒരു വിശ്വാസമുണ്ട്. അതായത് ഇവൻ തകർന്നു പോയി, ഇവൻ്റെ ആ ടൈപ്പ് അങ്ങനെയാണ്. പക്ഷേ ഷേർലി പറയും, അടുത്ത ഇൻ്റർവ്യൂവിന് നീ പങ്കെടുക്കും, അമ്മ നിനക്കത് തരും. എന്നിട്ട് ഇവർ പറയണ ഒരു സാക്ഷ്യമുണ്ട്. ഞാനൊരു കാശ്രവൻ കൃപാസനത്തിൽ വന്ന് അച്ഛനോട് വെഞ്ചരിച്ചുകൊണ്ട് പോയിട്ട്, ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവൻ്റെ കാശ്രവം അവൻ്റെ പോക്കലിട്ട് കൊടുത്ത്, പോക്കറ്റിലിട്ടല്ല പ്രശ്നം, പോക്കറ്റിലിട്ടിട്ട് ആ കാശ്രവത്തിലെ അമ്മയുടെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു വിഷയം ചെയ്യേണ്ട രീതി കണ്ടില്ലേ? ഒരു കാശ്രവമുണ്ട്, നീ ഇതുകൊണ്ട് പ്രാർത്ഥിക്കുക, അങ്ങനെയല്ല പറയണത്. അവർ പറയണത്, ആ കാശ്രവം കൊണ്ടുപോയിട്ട് അവൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് അത് മാതാവിൻ്റെ മുഖം അവൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചാണ് ഇരിക്കണമെന്ന് നോക്കിയിട്ട് അങ്ങനെ ഒരു പ്ലേസ് ചെയ്യുന്നതാണ് പറയണത്. ഇതെന്ന് പറയണത് ഒരാളിന് ദൈവവുമായിട്ടുണ്ടാകുന്ന വൈകാരികമായൊരു ബന്ധമാണ്. വിശ്വാസമെന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. വിശ്വാസം ഒരിക്കലും കേവല വിശ്വാസമായിട്ട് നിൽക്കത്തില്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. ഈ കേവല വിശ്വാസത്തിൻ്റെ കൂടെ ദൈവസ്നേഹമുണ്ടാകും, പ്രത്യാശ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയാണ് നമ്മൾ വാഗ്ദാനം പ്രാപിക്കണത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിക്കണമെന്ന് ഞാൻ പറയണം. ഇപ്പോൾ ആദ്യത്തത്, ഇപ്പോൾ റിയ റൈച്ചൻ്റെ വിഷയം എന്താണ്? അവർ 90 ദിവസമായപ്പോൾ 10 വർഷത്തിന് ശേഷം ലോകത്തിലുള്ള മുഴുവൻ മരുന്നും
എല്ലായിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടിയിൽ അമ്മേ എൻ്റെ മകൾക്ക് തലമുടിയില്ല, അമ്മ തിരിച്ച് തലമുടി വെച്ച് കൊടുക്കണം, അതാണ് എൻ്റെ ആദ്യ ഉടമ്പടി എന്ന് പറയുമ്പോൾ 90 ദിവസമാണ് ഉടമ്പടി ദിവസം. ആ 90-ാം പക്കം ആകുമ്പോൾ മുട്ടി വളർന്ന് അങ്ങോട്ട് കയറും. നിങ്ങളാ സാക്ഷ്യം കേൾക്കണം. സാക്ഷ്യം ഇട്ട് കൊണ്ട് കിടപ്പുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇമ്മ്യൂണി ഡിസീസ് വെച്ചാൽ കോശങ്ങൾ കഴിക്കുന്ന കാരണം ഒരു കാലത്തും മുടി വരത്തില്ല. അപ്പോൾ ആ വിഷയത്തിൽ എത്ര പെട്ടെന്നാണ് ഉടമ്പടിയിൽ അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത്. അപ്പോൾ അസാധ്യമെന്ന് തോന്നണ ആ വിഷയത്തിന് ഉടമ്പടി തീരുമാനം ഉണ്ടായെന്നല്ല അച്ഛൻ്റെ പ്രശ്നം. ഉടമ്പടി തീരുമാനം ഉണ്ടായ സാക്ഷ്യത്തിലുണ്ടല്ലോ. എൻ്റെ വിഷയം ഉടമ്പടിയിൽ അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത്. ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് ഉടമ്പടിയിൽ ഉണ്ടായത്, പെട്ടെന്നുണ്ടായത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവരുടെ വിശ്വാസമാണ്. ഒന്ന് വെച്ചാൽ റിയ റൈച്ചൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ്റെ ജോലി, വീട് വെക്കണം, ലോൺ കിട്ടണം, മൂത്ത മകൾക്ക് പ്രൊമോഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് 5 എണ്ണം എഴുതിയതിന് ശേഷം 6ാമത്തത് ഒക്കട്ടെ കിട്ടിയ ഊട്ടിയെന്നും പറഞ്ഞുകൊണ്ട് വേണേൽ എഴുതും. എൻ്റെ മകളുടെ തലയിൽ മുടിയില്ല, അത് നടക്കാത്ത കാര്യമാണ്, അത് ദൈവത്തിനും നടക്കത്തില്ലെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസ്സിലാണ് ഈ 6ാമത്തെ കാര്യമായിട്ട് എഴുതണത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഉടമ്പടിയിൽ 6ാമത്തെ കാര്യം എഴുതുന്നത് നിങ്ങളുടെ വിശ്വാസം ഏത് ലെവലിലുള്ളതാണെന്ന് നമുക്കറിയാൻ പറ്റും. നമുക്കറിയാൻ പറ്റത്തില്ലെങ്കിലും മാതാവിനതറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അവസാനം 6ാമത്തായിട്ട് നീ എഴുതി എന്താണ്, 25 വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ കള്ളുകുടി മാറണേ. അതെന്താ 6ാമത്തായിട്ട് എഴുതിയത്? അതാണല്ല നീ ഇത്രയും നാൾ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കണത്. ഇതെങ്ങനെയാണ് 6ാമത്തായിട്ട് വന്നത്? ഇപ്പം നിൻ്റെ മനസ്സ് തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ ചത്ത് മാത്രമേ ഇത് തീരത്തുള്ളൂ, ദൈവത്തിന് പോലും ഈ കുടി മാറ്റാൻ പറ്റത്തില്ല. അതാണ് ഈ 6ാമൻ്റെ പ്രശ്നം. അതായത് ഈ ഒരു ഒറ്റ 6ാമത് ഈ സാധനം വെച്ചിരിക്കണ കാരണം തന്നെ നിൻ്റെ മുഴുവൻ ഉടമ്പടി തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ വെച്ചാൽ നീ എന്താണ് ഈ 6ാമത് വെച്ചിരിക്കുന്നത്? 6ാമത്ത് വെച്ചിരിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ 6ാമത്തെ കാര്യം ചിലപ്പോൾ ഒത്ത കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കത്തൊന്നുമില്ല. ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റത്തില്ല. ആ മനുഷ്യനിപ്പം 30 കൊല്ലമായി വെള്ളം അടിക്കണത്. കല്യാണ ദിവസം വരെ വെള്ളം അടിച്ചതാണ് ആ മനുഷ്യൻ. അപ്പോൾ അതെങ്ങനെ മാറാനാണ്? പിന്നെ മാതാവിന് ശക്തി ഉണ്ടെങ്കിൽ മാറട്ടെ. അപ്പം ദൈവത്തിൻ്റെ ശക്തിയെയും പരിപാലനയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലരും 6ാമത്തെ കാര്യം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 6ാമത്തെ കാര്യം ഇങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം തന്നെ ഉള്ളതെല്ലാം തള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് കാര്യം? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്, ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ഇപ്പോൾ റേച്ചലിൻ്റെ അമ്മയ്ക്ക്, റിയ റേച്ചലിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ മകൾക്ക് എന്ത് ഓട്ടോ ഇമ്മ്യൂണി ഡിസാണെന്ന് പറഞ്ഞാലും ശരി, പരിശുദ്ധ അമ്മ വിചാരിച്ചാൽ എൻ്റെ മകൾക്ക് മുടി തിരിച്ചു വരുമെന്ന്. അത് 6ാമത്തെ കാര്യമല്ല, 1ാമത്തെ കാര്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതാണ് അവിടെ വിജയിക്കാൻ കാരണം. ഏറ്റവും അസാധ്യമായ കാര്യം 1ാമത്തെ കാര്യമായിട്ട് എഴുതിയിരിക്കണം. അപ്പോഴെന്ന് വെച്ചാൽ അത്രയും ദൈവത്തിൽ ആ വ്യക്തി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ബാക്കിയെല്ലാം രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാ വിഷയങ്ങളും രക്ഷപ്പെടുന്ന കാര്യം ആദ്യത്തെ വിഷയത്തിൽ തന്നെ അവർ കവർ ചെയ്ത്, ഉടമ്പടി ഡിമാൻഡ്സ് കവർ ചെയ്തു. കാര്യം ഒരു വാഗ്ദാനം എങ്ങനെയാണ് പ്രാപിക്കണത്? ദൈവം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് എവരിത്തിങ്ങിന് വാഗ്ദാനമുണ്ട്. ഇപ്പോൾ റിയ റേച്ചലിന് മുടി തിരിച്ചു വരാൻ കാര്യം എന്താണ്? മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. അവളുടെ പ്രൊഫഷൻ നോക്കുമ്പോൾ മുടി അവൾക്ക് ആവശ്യമാണെന്ന് കർത്താവിനറിയാം. അതിന് വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല. മുടി അതാണ് ഈശോ പറയണത്. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 6:32 എഴുതിയിരിക്കണില്ലേ? മത്തായി ശ്ലീഹ 6:32 എന്താ പറയണത്?
ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. അപ്പോൾ അതൊന്ന് വായിച്ചോളൂ. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അതാണ് ഇത് ഈ അപ്പം നിങ്ങൾ ഓർക്കും, ഇപ്പോൾ 6:31 എഴുതിയിരിക്കുന്നത് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്നുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല ഈശോ പറഞ്ഞിരിക്കുന്നത്. ഈശോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം അടിസ്ഥാന ആവശ്യങ്ങളുടെ കൂടെ ബാക്കി വരുന്ന കുറേ ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈശോ 6:33 അത് കറക്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. മത്തായി ശ്ലീഹ 6:33 എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. പറഞ്ഞ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം അവിടെയാണ് വിഷയം വേണ്ടത്. അവിടെ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്നല്ല, മറ്റുള്ളവയെല്ലാം എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം, ഒരു ജീവിതത്തിന് ആവശ്യമായതെല്ലാം. അത് അവർക്ക് തലമുടിയാണ് ആവശ്യമെങ്കിൽ അതും. പിന്നെ എന്താണ്, നമ്മൾ നേരത്തെ കണ്ട ഷേർലിയില്ലേ, ഷേർലിയുടെ മകൻ്റെ എന്താ പ്രശ്നം? ഷേർലിയുടെ മകൻ്റെ വിഷയം എന്ന് പറയുന്നത് അവന് +2 ആണ്, പക്ഷെ അവന് യൂറോപ്പിൽ പഠിക്കണം. +2 ആണ്, അവൻ യൂറോപ്പിൽ പഠിക്കണം. അതിനേക്കാളൊക്കെ വലിയൊരു വിഷയമുണ്ട് അവന് ഈ ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ കഴിഞ്ഞ കൊല്ലമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലായി നമ്മൾ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് പിന്നെ അലർജിയാണ്. അവൻ്റെ പേര് അലൻരാജ് ദേവിൻ്റെ പേര്. അലൻരാജിന് ഓൺലൈൻ ക്ലാസ് അലർജിയാണ്. അപ്പോൾ അവന് അമ്മ ഇങ്ങനെ പറഞ്ഞ് തലയിലെ വെള്ളം പറ്റുകയാണ്, എടാ നീ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പക്ഷേ ഇവന് ഒരു ടൈം കഴിഞ്ഞാൽ ഇതിൻ്റെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെങ്ങനെ മാർക്ക് കിട്ടണത്? മാർക്ക് കിട്ടത്തില്ല. അവൻ തോക്കും, ഉറപ്പായിട്ടും തോക്കും. തോക്കണത് തന്നെയല്ല, ഇനിയിപ്പോൾ എങ്ങനെ അവൻ്റെ ഒരു കലിബർ കൊണ്ട് വലിഞ്ഞ് കയറിയാൽ പോലും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അവരുടെ വിഷയം. അപ്പോൾ അതവരുടെ ഉടമ്പടി വിഷയമാണ്. ഷേർലി ഉടമ്പടി ചെയ്യുമ്പോൾ ഷേർലി അത് വിഷയം എഴുതുന്നുണ്ട്. എന്താണ്? എൻ്റെ മകൻ്റെ അമ്മയുടെ തിരുസന്നിധി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയം പറയുന്നുണ്ട്. എന്താണ്? അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ അമ്മ എന്ത് ചെയ്യാനാണ്? ഇതാണ് എൻ്റെ മകൻ്റെ അവസ്ഥ. ഞാനവനെ തല്ലാനോ കൊല്ലാനോ പറ്റുമോ? അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. അവന് ഒരു ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള മാർക്ക് കൊടുക്കണം. അപ്പോൾ അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനിവർ ചെയ്യണ കാര്യത്തിൽ ഇവനോട് പറയും, നീ പരീക്ഷ എഴുത്, പറ്റണ പോലെ പഠിച്ച് പരീക്ഷ എഴുത്, ബാക്കിയുള്ളത് അമ്മയോട് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥം വഹിച്ച് നിനക്ക് മാർക്ക് വാങ്ങിച്ചു തരാമെന്നാണ് പറയണത്. ഒരു വിശ്വാസിയുടെ നിഷ്കളങ്കമായ ഒരു ശരണമാണ്. ബുദ്ധിജീവികളൊന്നും ഈ മേഖലയിൽ വാപൊളിച്ചിട്ട് കാര്യമില്ല. കാര്യം അവർക്ക് ബുദ്ധി മാത്രമേ ഉള്ളൂ. ബുദ്ധി മാത്രം കൊണ്ട് ഈ ലോകത്ത് ചില അസൈൻമെൻറ്റുകളെ കവർ ചെയ്യാൻ പാടായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ നിലവാരം എന്ന് പറയണത് എന്താ? വിശ്വാസം എന്ന് പറയണത് സർവശക്തനായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ വിശ്വസിക്കുകയാണ്. അപ്പം സൃഷ്ടാവിൽ മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്നത്, പിന്നെ എന്താണ്? സർവശക്തനിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആ സൃഷ്ടികളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉള്ള ഒരു ത്രെഡായിട്ടാണ് നമുക്ക് ഫെയ്ത്ത് തന്നിരിക്കുന്നത്. സൃഷ്ടികളിൽ അതാത് കാലങ്ങളിൽ ജീവിക്കുമ്പോൾ ഓരോ മനുഷ്യർ എല്ലാവരും ഒരേ നിലവാരമുള്ള ബുദ്ധിയുള്ളവരാകുമോ? ഒരിക്കലും ആകത്തില്ല. എല്ലാ മേഖലകളിലും എപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സിനിമാ നടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അയാൾ എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്തതെന്നാണ് അയാൾ തന്നെത്താൻ എക്സ്പ്ലെയിൻ ചെയ്യണത്. അത് അയാൾ ഒരു അവിശ്വാസിയാണെന്ന് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി
ഒരാളെ കെട്ടിയെടുത്ത് അയാളെ ഇൻ്റർവ്യൂ ചെയ്യിക്കുകയാണ്. അവരാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നതല്ല, ഇയാളുണ്ടാക്കിയ ഒരു ഇൻ്റർവ്യൂ ആണത്. അത് കേൾക്കും പറയാൻ പറ്റും. അയാൾ അതിനകത്ത് പറയുന്ന സാധനം, ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കാത്തത്? ഇവിടെ പാവപ്പെട്ടവരുള്ളത് കൊണ്ടാണ്. പണക്കാരും പാവപ്പെട്ടവരും രണ്ടും രണ്ടായിട്ടുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഈക്വൽ അല്ലാത്തത് കൊണ്ടാണെന്നാണ് പുള്ളി പറയുന്നത്. മനുഷ്യൻ ഈക്വൽ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കണമെന്ന്. ഇനി ഒരു രസകരമായ വിഷയത്തിൽ ഇപ്പോൾ ഒരേ തരത്തിൽ ബുദ്ധിയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്ക് ഒരേ വരുമാനമാണ് ഇവിടെ കിട്ടുന്നത്? അല്ല. ഒരേ ബുദ്ധിയും ഒരേ ക്ലാസ്സും ഒരേ എഡ്യൂക്കേഷനും ഉള്ളവർക്ക് ഒരു വരുമാനമാണ് കിട്ടുന്നത്? അല്ല. എന്താ കാര്യം? അവർക്കില്ലേ ചിലർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളെ അവരതിൻ്റെ അകത്ത് വ്യക്തിപരമായ അവരുടെ അനുഭവജ്ഞാനവും കമ്മിറ്റ്മെൻറ്റിൻ്റെ വിഷയമുണ്ടല്ലോ. ഇപ്പം ഡെഡിക്കേഷൻ എന്നല്ലേ പറയണത്. ഇപ്പം ഡെഡിക്കേഷൻ എന്നൊക്കെ പറയണത് പണ്ട് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കായിരുന്നു ഡെഡിക്കേഷൻ, ഡിവോട്ടി എന്നൊക്കെ പറയുന്നത്. ഇന്ന് ഒരു സ്ത്രീ ഏതെങ്കിലും തരത്തിൽ ഒരു ഫിസിക്കലായിട്ട് ഒരു ഒരു നഗ്നതയൊക്കെ കാട്ടി അഭിനയിക്കേണ്ട റോള് കൊടുത്താൽ അതങ്ങനെ വളരെ സുന്ദരമായ രീതിയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ സംവിധാനം എന്താ പറയണത്? അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണെന്ന് പറയും. ഒരു അക്ഷരങ്ങൾ ഒരു വാക്കിന് സംഭവിക്കുന്ന വ്യത്യാസം കണ്ടില്ലേ? ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ ദൈവികമായൊരു വാക്ക് ഇന്ന് ഉപയോഗിക്കുമ്പോൾ വരുമ്പോൾ അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് അഭിനയിക്കുന്നത്. ഡെഡിക്കേറ്റഡ് അഭിനയിക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഇതുപോലെ ഈ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ്. എത്ര ബുദ്ധി ഈക്വലായാലും ശരി, ഡെഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർപ്പണം, ആ വിഷയത്തെ അർപ്പണം വരുമ്പോൾ തന്നെ അർപ്പണം ഉള്ളവരുണ്ടാകും. ചിലർക്ക് ഉറങ്ങാൻ എനിക്കിഷ്ടം, ചില ആൾക്കാർക്ക് അത് എഴുന്നേറ്റിരുന്ന് വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടം. ആരായിരിക്കും രക്ഷപ്പെടുന്നത്? വർക്ക് ചെയ്യുന്നതിനായിരിക്കും രക്ഷപ്പെടുന്നത്. അപ്പോൾ ഡെഡിക്കേഷൻ ഒരു വിഷയമാണ്. അപ്പോൾ ദൈവത്തെക്കാളുപരി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമ്പോൾ ഓരോരുത്തരും, പിന്നെ ബൈബിളനുസരിച്ചിട്ട് ആരാണ് സന്തോഷവാനെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആരാണ് സന്തോഷവാൻ, ആരാണ് ആനന്ദം അനുഭവിക്കുന്നത്? എല്ലാ സമയത്തും നല്ല ആഹാരങ്ങൾ കിട്ടി നല്ല യാത്രകൾ ചെയ്യുന്ന ആൾക്കാരാണ് സന്തോഷവാൻ. അത് തൻ്റെ അധ്വാനം കൊണ്ട് കുടുംബത്തെ പുലർത്തി ഉള്ള ആഹാരം രുചികരമായിട്ട് കഴിക്കുന്നയാളാണ് സന്തോഷവാൻ. നമുക്ക് പറയാൻ പറ്റത്തില്ല, അതെല്ലാം സബ്ജക്റ്റീവ് കേസാണ്. പക്ഷെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് അത്രയും വിഭവങ്ങളില്ല. പക്ഷെ നല്ല വിഭവങ്ങളുള്ള ആൾക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതൽ, വിഭവമില്ലാത്തവർക്ക് കുറവെന്നൊക്കെ പറയണത് അത് തന്നെയല്ലേ ഏറ്റവും ഐക്യം എന്ന് പറയണത്. നിങ്ങളെ വിഭവം കുറവുള്ള ആൾക്കാരുടെ ജീവിതമെന്ന് നോക്കി അവരോട് ചോദിക്കണം, അവർ വളരെയേറെ ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്ന എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടൊരു കഥയുണ്ട്. കഥയല്ല, ശരിക്കും. അപ്പോൾ അന്ന് പോലെ ഞാൻ ശരിക്കും, അതായത് ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ലേബർ ഫോം എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ലേബർ ഫോം വെച്ചാൽ ഈ സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയും അവൻ്റെ സാമൂഹ്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഞാനൊരിക്കൽ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പോഴേ ഞങ്ങളെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെയൊക്കെ ഞങ്ങളിങ്ങനെ പാവപ്പെട്ടവരുടെ സോക്കോൾഡ് അങ്ങനെയുള്ള ഭവനങ്ങളിലേക്ക് നമ്മളിപ്പോൾ ചേരി എന്നൊക്കെ പറയണത് ഇന്നത്തെ സമയത്ത് അങ്ങനെ സബ്സ്റ്റാൻഡേർഡ് വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അന്നത്തെ കാലത്ത് ആ വാക്കിന് ചേരുതെന്ന് തന്നെയായിരുന്നു അർത്ഥം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ആലുവയിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അപ്പൂപ്പനാണ് ഒരു തെങ്ങും തടി, 2 തെങ്ങും തടി വെച്ച് ആണ്, കട്ടിലില്ല, തെങ്ങും തടിയിൽ എന്തോ ഒരു കയറ്റ് പായക്കിട്ട് മേലെ പായ കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്താ കാര്യം? ഞങ്ങൾ കട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ കട്ടിലെ കൊതുകുവരെയൊക്കെ അപ്പോൾ അവന് കൊതുക് വരികയില്ല, അതിന് പകരം എന്തെങ്കിലുമൊക്കെ ചകിരിയൊക്കെ വെച്ച് പോക്കുന്ന പരിപാടിയാണ്, അത് പുറത്താണ്. അപ്പോൾ ഞങ്ങളവർക്ക് ദൈവം ഇത് എങ്ങനെ നരകം പിടിച്ച് എന്തൊരു ജീവിതം, ഈ അപ്പാപ്പന് നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ശിശുയുടെ മുമ്പിൽ നിന്നല്ലേ ഇതൊക്കെ പറയണത്. ഇപ്പോൾ അതായത് ഞങ്ങളെ വന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾക്കന്നൊരു വരുമാനം ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഈ ലേബർ ഫാമിലുള്ള ആൾക്കാരെല്ലാം ഇട്ടുകൂട്ടി 10 രൂപ 20 രൂപയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ സെമിനാരി കാർപ്പൻറ്ററിനെ പോയി കണ്ട്.
കാര്യം സെമിനാരി എപ്പോഴും 2 കാർപ്പൻറ്റേഴ്സ് സ്ഥിരം ഉണ്ടാവും. അപ്പോൾ അവരോട് പറഞ്ഞ ആ ചേട്ടൻ ഞങ്ങളോട് ബന്ധമുള്ളതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ ചെയ്യാ ഞങ്ങൾ കുറച്ച് കാശ് തരാം, സെമിനാരിയിൽ നിന്ന് പ്രൊക്രേറ്റർ അച്ഛനോട് തടി അനുഭവിപ്പിച്ച് തരാം, ഒരു കട്ടിലുണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോഴുടനെ അപ്പോൾ ആ ചേട്ടൻ കാർപ്പൻറ്റർ പറഞ്ഞു ഓക്കെ, പക്ഷേ ഈ ടൈമിന് പറ്റില്ല, 5 മണി വരെ എനിക്ക് വർക്കുള്ളതാണ് ഇവിടെ. 5 മണി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് വീതം നിങ്ങളുടെ വർക്ക് ചെയ്യാം. ഉടനെ തരാൻ പറ്റത്തില്ല, കാര്യം ഞാൻ രാവിലെ മുതൽ നമുക്ക് മനസ്സിലാവും രാവിലെ 8 മണിക്ക് വരുന്ന ആളാണ് 5 മണിക്കാണ് പോകുന്നത്. പിന്നെ നമ്മുടെ വർക്ക് എക്സ്ട്രാ വർക്കാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ ആയിട്ട് ആ മനുഷ്യൻ 1 മാസം കൊണ്ട് ഞങ്ങൾക്ക് കട്ടിലുണ്ടാക്കി തന്നു. അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാര്യം ഈ കട്ടിൽ ഞങ്ങളൊരു ശനിയാഴ്ച ആഘോഷമായിട്ട് ഈ 6 പേരും കൂടി ചുമന്നുകൊണ്ട് ചേരിപ്പോവും. കട്ടിലാണ്, വലിയ സംഭവമല്ലേ. അപ്പം അത് ചുവന്നുകൊണ്ട് ചേരി ചെന്ന് ഈ കട്ടിലിട്ട് കൊടുത്ത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേണ്ട വലിയ ഒരു കാര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന പോലെയാണ്. കാര്യം ഏറ്റവും വലിയൊരു സൽപ്രവൃത്തി നമ്മൾ ചെയ്ത പോലെ അതിൻ്റെ എല്ലാ ത്യാഗവും അനുഭവിച്ചാണ് ചെയ്യണത്. എല്ലാ ത്യാഗവും, കാര്യം ഞങ്ങളുടെ കയ്യിലും കാശില്ല, ഇത്ര പേര് ത്യാഗം അനുഭവിച്ചു, ആ കാർപ്പൻറ്ററും ത്യാഗം അനുഭവിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ കൊണ്ടുപോയി കട്ടിൽ കൊടുത്ത് ഞങ്ങൾ മേടിക്കാനുള്ള കാശും കൊടുത്ത് അപ്പോൾ അപ്പനെ അവരുടെ സന്തോഷമായിട്ട് പോകുന്നു. അവർ നന്ദിയൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ ആ ചേരിച്ചത്. അപ്പോൾ നമുക്ക് നമ്മുടെ പപ്പനെ കാണാൻ പോകണ്ടേ എന്ന് വിചാരിച്ചു. അങ്ങനെ പോവാം. അപ്പോൾ പപ്പന് സന്തോഷമാവില്ല, വേറെ ഒന്നുമില്ല, ആ മുഖത്തൊരു ചിരി കാണണം. നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിച്ച് പോകണമല്ല, ആ മുഖത്തൊരു ചിരി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ആശ്വാസം, ഒരു സംതൃപ്തി, അതാണ് ഉദ്ദേശിക്കണത് അന്നത്തെ. അപ്പോഴേ ഞങ്ങൾ ചെല്ലുമ്പോൾ കട്ടിൽ കാണാനില്ല. അപ്പോൾ ഞങ്ങളുടെ മുഖം ആപ്പാടെ വിളറി. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് നിങ്ങളുടെ കട്ടിലെന്തി? അപ്പോൾ അവരാരും മിണ്ടണില്ല, ഞങ്ങൾക്ക് കട്ടിലില്ല. അപ്പോഴേ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ചെമ്മാശന്മാരാണ്. ചെമ്മാശ അതേ കട്ടിലേ കിടന്നിട്ട് അപ്പാപ്പന് ഉറക്കം മുന്നില്ല, അതാണ് പ്രശ്നം. ആ കട്ടിലേ കിടന്നിട്ട് ഉറക്കം സത്യമായിട്ട് നടന്ന കാര്യമാണ്. അവർക്ക് അപ്പാപ്പന് ഉറങ്ങാൻ പറ്റണില്ല. പിന്നെ എന്ത് ചെയ്ത്, പിന്നെ എടുത്ത് പുറത്തിട്ട് അപ്പനെ താഴെ കിടത്തിക്കൊണ്ട് മറ്റുള്ളവരെ ഇങ്ങനെ കട്ടിലൊക്കെ കിടക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ കൊടുത്തിട്ട് ആ കട്ടിൽ കൊടുത്ത് കാശ് പിടിച്ചു. കട്ടിൽ കൊടുത്തവർ കാശ് മേടിച്ചു. എന്നിട്ടിടുന്ന കാര്യം ചെറിയ വീടാണ്, അതിൻ്റെ അത് കട്ടിലിട്ട് കഴിഞ്ഞാൽ കുറേ സ്ഥലം പോകും. പക്ഷേ അതുകൊണ്ട് ആരും ഇട്ടില്ല, കട്ടിൽ അവർ വിറ്റ് കാശ് മേടിച്ചു. അന്നത്തെ ഒരു സാഹചര്യം അവർക്ക് അതായിരുന്നു നല്ലത്. ചിലപ്പോൾ അന്ന് 10-300 രൂപ കട്ടിലും കിട്ടുകയാണെങ്കിൽ അവർക്കത് നല്ലത് കാര്യമാണ്, അവർക്ക് കിട്ടും. പക്ഷേ പ്രശ്നം വെച്ചാൽ സത്യസന്ധമായിട്ട് അപ്പാപ്പനെ അതിൻ്റെ അത് കിടന്ന് ഉറക്കം വന്നില്ല, അതാണ് പ്രശ്നം. കാര്യം അപ്പാപ്പൻ നോക്കുമ്പോൾ ആ പഴയ ആ 2 തടിയില്ലേ, ആ തടിയും ആ കയറ്റുപായും അതിൻ്റെ പുറത്ത് കണക്കായും അപ്പം സുഖമായി കിടന്നുറങ്ങും, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞങ്ങൾ ആർക്കാണ് തെറ്റുപറ്റിയത്? ഞങ്ങൾ പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിച്ചത് ഈ അപ്പാപ്പൻ ഭയങ്കരമായ നരകം അനുഭവിക്കുകയാണ്, സങ്കടമൊക്കെയാണ്. അപ്പാപ്പനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മാർഗം ഞങ്ങൾ കണ്ടുപിടിച്ച്, എന്താണ്, കട്ടറുണ്ടാക്കി കൊടുക്കുക. പക്ഷേ എന്തേ, അപ്പാപ്പൻ അത് റിജക്റ്റ് ചെയ്തു ഒരു അനുഭവം കൊണ്ട്. ഇപ്പം ആരാണ് സന്തോഷം അനുഭവിക്കണത്, ആരാണ് ദുഃഖം അനുഭവിക്കണമെന്ന് പുറത്ത് നിന്ന് പറയാൻ പറ്റത്തില്ല. അത് മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഭയങ്കരമായ അവർക്കൊരു ജീവിതവുമില്ല, അവർ സങ്കടത്തിലാണ് അനുഭവിക്കണമെന്ന് പുറത്ത് അവരോട് ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നമ്മളെക്കാൾ മാനസികമായിട്ട് ഹാപ്പി ആയിരിക്കും. പല കുടുംബങ്ങളിൽ ഞാൻ ഇപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഏതാണ്? ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ഞാൻ 21 കൊല്ലം 30 കൊല്ലം കൗൺസ് ചെയ്തില്ലേ, 30 കൊല്ലം 21 ലക്ഷം ആൾക്കാരെ കൗൺസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു നിരീക്ഷണം ഞാൻ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സന്തോഷം അനുഭവിക്കുന്നത് ബിലോ ആവറേജ് കുടുംബങ്ങളാണ്. ആവറേജിന് താഴെയുള്ള കുടുംബങ്ങൾ, അവർക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഇല്ല, ആവശ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ചുള്ള സംഭ്രമങ്ങളില്ല, അതിനുവേണ്ടിയുള്ള അത് നേടാൻ വേണ്ടിയുള്ള ആക്രാന്തങ്ങളില്ല, അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ഭാരങ്ങളില്ല. അവരും അവസാനം മരിക്കും. ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരും മരിക്കും. എല്ലാം കണക്കല്ലേ അവസാനം. 2-3 റീത്ത് കൂടുതൽ കിട്ടുമെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ലല്ല. നമ്മൾ സിമിത്തേരി ചെന്ന് നോക്കും മനസ്സിലാകും. ഈ സിമിത്തേരിൽ നമ്മൾ എപ്പോഴും അടക്കത്തിന് ഞാൻ പോകുമ്പോൾ
ഓരോരോ കുഴികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ ചില കുഴികൾക്ക് ഒരു 10 റീത്ത് കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒരു സാധനവും ഇല്ല. അതായത് ചില കുഴികൾക്ക് സെമിത്തേരി നോക്കിയാൽ ചിലപ്പോൾ 5 റീത്ത് ചിലവുണ്ട്, ചില അടുത്ത് 10 റീത്ത് ഉണ്ടാകും. എന്നിട്ട് നമ്മൾ കുഴിയാഴ്ചക്ക് ചെല്ലുമ്പോഴാണ് ഈ റീത്തെടുത്ത് ദൂരെ എറിയണ കാണാം. ആര്? കുഴിവെട്ടി. എന്തിനാണ് എറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശല്യമാണേ. ഈ റീത്തും അതിൻ്റെ പുറത്ത് കിടക്കണ ഈ ചുറ്റിക്കെട്ടും പിന്നെ ചീഞ്ഞ പൂവും എല്ലാം കൂടി അവർ കൊണ്ടുപോയി തെമ്മാടിക്കുഴിയിലിടും. ബന്ധുക്കൾ വലിയ സ്വന്തമായിട്ട് കൊടുത്ത സാധനത്തിന് അവസാനം പോയി ഈ റീത്തുകൾ വീഴണത് തെമ്മാടിക്കുഴിയിലാണ്. അപ്പോൾ അവസാനം ഒരു കാര്യവും വ്യത്യാസമില്ല. അപ്പം നമ്മൾ പുറത്ത് നിന്ന് അപ്പോൾ ദൈവം ശരിക്കും പറഞ്ഞാൽ ആരോട് ഈശോ പറയുന്ന ഏറ്റവും നല്ല വാക്കുകളിലൊന്നാണ്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. 13 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20:13. മത്തായി സുവിശേഷം 20-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, സ്നേഹിത, ഞാൻ നിന്നോട് ഒരനീതിയും ചെയ്യുന്നില്ല. ഒരു ധനാറയ്ക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത്. അതായത് ദൈവത്തിൻ്റെ ഒരു നിലപാട് ഇതാണ്. ദൈവത്തിൻ്റെ നിലപാടാണ് ഈശോ വ്യക്തമാക്കുന്നത്. അതായത് സ്നേഹിത, നിന്നോട് ഞാൻ ഒരു അനീതിയും ചെയ്തിട്ടില്ല. എന്താണ്? നീ ഒരു ധനാറയ്ക്കിനെ സംബന്ധിച്ചു നിൻ്റെ കൂലി വാങ്ങിക്കൊണ്ട് പോവുക. അവസാനം വന്നവർക്കും ഒരു ധനാറ തന്നെ കൊടുക്കാനാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ എൻ്റെ സ്വത്ത് എനിക്കിഷ്ടമുള്ളവർ കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനീതിയും ചെയ്യണില്ല ദൈവം. പക്ഷെ അത് വിശ്വസിക്കാൻ മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് എക്സ്ട്രാ വേണം. അവിടെയാണ് വിഷയം വേണ്ടത്. പരിശുദ്ധാത്മാവില്ലാത്ത ലോകത്താന്മാർ കാണുമ്പോൾ എല്ലാത്തിലും അനീതി കാണും. കാര്യം എന്താണ്? അവന് അത് കാണാനുള്ള പ്രത്യേകമായ ദൈവത്തിൻ്റെ മനസ്സറിയാനുള്ള. ഇപ്പം നമ്മളെ എഫേസ്യസ് ലേഖനം 1:18 ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധർക്ക് അവിടുന്ന് നൽകുന്ന പ്രത്യാശയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മഹത്വമാണ്. അതറിയാൻ നമുക്ക് എന്താണ്? ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ ദൈവികമായ പദ്ധതികൾ നമ്മൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഈ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അതായത് ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിലാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് ദൈവം നീതിമാനാണെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഒന്നൂടെ വായിച്ചോളൂ ശ്രുതികട്ടെ ഹല്ലേലൂയ. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതായത് ഈ വചനത്തിൽ വരുന്ന, ഇപ്പം നമുക്കറിയാം, അച്ഛനിത് ഒന്ന് ഓർത്തുപോലും ഇല്ലാത്തൊരു വചനം ഈശോ തന്നതാണ് നമുക്ക്. പക്ഷേ ഇതിൻ്റെ വചനത്തിൽ വരുന്ന ദൈവികമായ കുറച്ച് വഴികളുണ്ട്. അതിലൊന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫേസ്യസ് ലേഖനമാണ് 1:18 നമ്മൾ വായിച്ചത്. വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം, നിത്യമഹത്വത്തെക്കുറിച്ച് പറയണം. ഈ നിത്യമഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കുന്നതിന് എന്ത് ചെയ്യണം? ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. അപ്പോഴെന്താ ഇന്ന് പറയാൻ കാര്യം? ഈ ആന്തരിക നേത്രങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ സഹനവും
ആന്തരിക നേത്രങ്ങളും തമ്മിൽ കുറേ ബന്ധമുണ്ട്. നമ്മുടെ ഈ സബ്ജക്റ്റ് എന്താ ശരിക്കും പറഞ്ഞാൽ? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് ഉടമ്പടി, അത് വാഗ്ദാനത്തിൻ്റെ പ്രാർത്ഥനയാണ്. വാഗ്ദാനം എന്താണ്? ദൈവത്തിൻ്റെ എല്ലാ ദാനങ്ങളും വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഈ വാഗ്ദാനത്തെ നമ്മളെന്താ ചെയ്യണത്? ഉടമ്പടി വഴി പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ പ്രാപിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഈ വാഗ്ദാനം പ്രാപിക്കാൻ എന്ത് വേണം? വാഗ്ദാനം പ്രാപിക്കാൻ കുറച്ച് കഷ്ടപ്പാടുകൾ കൂടി വേണം. വിശ്വാസം വേണം. വാഗ്ദാനം പ്രാപിക്കാൻ വിശ്വാസം വേണം. പിന്നെന്ത് വേണം? പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. പക്ഷേ ഇത് മൂന്നും പോരെ, ഇച്ചിരി കഷ്ടപ്പാട് കൂടി വേണം. പിടിയോ? ഇത് വളരെ ശ്രദ്ധിച്ച് ഉടമ്പടിയുടെ വിദ്യാർത്ഥികളെ, ഉടമ്പടി എടുത്തിരിക്കുന്നവർ, ഉടമ്പടി പഠിക്കാനുള്ളവർ ശ്രദ്ധിക്കണം. അതായത് വാഗ്ദാന രൂപത്തിലാണ് ദൈവം എല്ലാം ബൈബിളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വാഗ്ദാനം പ്രാപിക്കുകയാണ് ചെയ്യണത്. കാര്യം ഉടമ്പടി എപ്പോഴും ഒരു ചൊല്ലണ പ്രാർത്ഥനയല്ല, ചെയ്യണ പ്രാർത്ഥനയാണ്. തന്നെയല്ല, ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ്. അതൊരു പദ്ധതിയാണ്, ദൈവികമായ പദ്ധതി. ആ പദ്ധതി നമ്മൾ അതിൽ ഭാഗഭാക്കാകുകയാണ് ചെയ്യണത് ഉടമ്പടി വഴി. പക്ഷേ ഉടമ്പടിയിൽ എന്ത് ചെയ്യും? ഇപ്പം പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ എലിസബത്ത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത്, അല്ലേ? ഗർഭവതിയായ പരിശുദ്ധ അമ്മയാണ് എലിസബത്ത് കണ്ടത്. പക്ഷേ അമ്മയ്ക്ക് പോലും താൻ ഗർഭവതിയാണെന്ന് അറിയത്തില്ല, ഇല്ലേ? അമ്മ കടലാസൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് പോണത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. അല്ല, അമ്മയ്ക്ക് അറിയത്തില്ല അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. മംഗളവാർത്തയ്ക്ക് അവർ ഫിയത്ത് പറഞ്ഞു എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൻ്റെ ഭാഗത്തുനിന്ന് എന്തൊരു നടപടിക്രമം ഉണ്ടായാലും അത് ഏറ്റെടുക്കാൻ ഏതറ്റം വരെ പോകാനും ഇതാ കർത്താവിൻ്റെ ദാസി, സെർവൻ്റെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഉടമ്പടി ചെയ്യണത്. ഒരു പക്ഷേ ഏറ്റവും നല്ല ഉടമ്പടി അതാണ്. അവർ സെർവൻ്റാണ് ഞാൻ എന്ന് പറഞ്ഞ് അമ്മ സമർപ്പണം ചെയ്യണതും ആ അപ്പൻ്റെ വാഗ്ദാനം, മംഗളവാർത്തയിലൂടെ നൽകുന്ന വലിയ വാഗ്ദാനമുണ്ട്. ഇത് പ്രാപിക്കാൻ വേണ്ടി ഞാനൊരു സെർവൻ്റാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ സെർവൻ്റ് ആകുന്നതിലൂടെയും ഉടമ്പടി പ്രാപിക്കാൻ പറ്റും. ഇത് താഴ്ന്നു വരണവരുടെ ദൈവഹിതം എങ്ങനെ സെർവൻ്റ് ആകുമ്പോൾ ചുമ്മാ സെർവൻ്റൊന്നും ആകാൻ പറ്റത്തില്ല. ചുമ്മാ സെർവൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വാഗ്ദാനം, അമ്മയുടെ ഒരു മെത്തേഡ് അതാണ്. വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ സെർവൻ്റ് ആയിക്കൊള്ളാം എന്നാണ് അമ്മ പറയണത്. ബൈബിളിലെ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ സഫറിങ് സെർവൻ്റാണ്, സഹനദാസിയാണ്. അപ്പം സഹനത്തിനൊരു കണ്ടൻ്റ് ഉണ്ട്. അപ്പൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, വചനത്തെ മാംസമാക്കി രക്ഷകനായ ലോകത്തേക്ക് നൽകാൻ ഞാൻ സഹനം ഏറ്റെടുത്തോളാമെന്ന് അമ്മ പറയും. അപ്പോഴങ്ങനെ പറയണ സമയത്ത് വചനം മാംസമായി അമ്മ പ്രഗ്നൻ്റ് ആവും. പക്ഷെ അമ്മ എങ്ങനെയാണ് ഈ വാഗ്ദാനം പ്രാപിച്ചതിനെക്കുറിച്ച് എലിസബത്തിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകണത്. അമ്മ എങ്ങനെയാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കുന്നവർ ശ്രദ്ധിക്കണം. അമ്മ എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന്, അമ്മ അപ്പനുമായിട്ട് ചെയ്തിട്ടുള്ള ഉടമ്പടി എങ്ങനെയാണ് അമ്മ ആ വാഗ്ദാനം പ്രാപിച്ചതെന്ന് നമുക്ക് അമ്മയുടെ വാക്കിൽ നിന്ന് കിട്ടത്തില്ല, എലിസബത്തിൻ്റെ വാക്കിൽ നിന്നാണ് കിട്ടണത്. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുന്നത് വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:45 അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, അമ്മ എങ്ങനെയാണ് ഉടമ്പടി പ്രകാരം വാഗ്ദാനം പ്രാപിച്ചതെന്ന് എലിസബത്ത് പറയുന്നുണ്ട്. എന്താണ് എലിസബത്ത് പറയണത്? മേരി എന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ഇതാണ് വിഷയം. അമ്മ ഈ ഉടമ്പടി പ്രകാരം എങ്ങനെയാണ് വാഗ്ദാനം പ്രാപിച്ചതെന്ന് വിശുദ്ധ ലൂക്കാസ് വിശേഷം 1:45 പറയണത്. എങ്ങനെയാണ്? എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു. എന്താണ് എലിസബത്ത് പറഞ്ഞത്? അഥവാ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് പറഞ്ഞത്? മേരി, എലിസബത്തിന് പരിശുദ്ധാത്മാവ് എന്താണ് എലിസബത്തിലൂടെ പറഞ്ഞത്? മേരി, യു ആർ ബ്ലെസ്ഡ്. നീ എന്താണ്? ഭാഗ്യവതിയാണ്. എന്താണ്? ഈ ഉടമ്പടി ആണ് നമ്മളെ ഭാഗ്യമുള്ളവരാക്കണത്. അതാണ് പരിശുദ്ധാത്മാവ് പറയണത്.
ഒരു വ്യക്തിയെ ഭാഗ്യമുള്ളതാക്കണത് ഉടമ്പടിയാണ്. എന്താണ്? നീ ഭാഗ്യവതിയാണ്. കാര്യം എന്താണ്? ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദാനം, നീ ഒരു ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നുള്ള വാഗ്ദാനം നീ എന്ത് ചെയ്ത് അത് നിറവേറും. നിറവേറിയെന്നല്ല, നിറവേറും. ഭാവിയാണ്, പ്രത്യാശയാണ്. അപ്പോൾ ഉടമ്പടിയിൽ അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? പ്രത്യാശ. അമ്മയ്ക്കുണ്ടായിരുന്നത് എന്താണ്? പ്രത്യാശ. പ്രത്യാശ എന്താണ് എന്ന് പറഞ്ഞാൽ ഉടമ്പടി പ്രകാരം അപ്പൻ്റെ വാഗ്ദാനം നിൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. അതാണ് സംഭവം. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്തൊക്കെ ഉണ്ട്? ഒന്ന്, പരിശുദ്ധ അമ്മയുടെ വിശ്വാസം. ഉടമ്പടി പാലിക്കാൻ, ഉടമ്പടി നിറവേറാൻ നമുക്ക് ആവശ്യമായത് എന്താണ്? ഒന്ന്, വിശ്വാസം. രണ്ടാമത്തത് എന്താണ്? പ്രത്യാശ. രണ്ടാമത്തത് എന്താണ്? പ്രത്യാശയാണ് വരണത്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഉടമ്പടി എടുത്ത ഓരോ ആൾക്കാർക്ക് എന്താ വേണ്ടത്? ഒന്ന്, പ്രത്യാശ. രണ്ടാമത്തത് എന്താണ്? വിശ്വാസം. അതായത് ഇപ്പോൾ റേച്ചലിൻ്റെ അമ്മയ്ക്ക് അവരുടെ മുടി തിരിച്ചു വരുമെന്നുള്ളത് വിശ്വാസമാണ്, അല്ലേ? അപ്പോൾ വിശ്വാസത്താണ് അവർ ഒന്നാമത്തെ. അത് എന്താ വിശ്വാസമാണെന്ന് പറയാൻ കാര്യം, അവർ ഒന്നാമത് ഉടമ്പടിയിൽ അത് എഴുതിയത് കൊണ്ടാണ്. അവർ 6ാമതാണ് എഴുതിയെങ്കിൽ ഒക്കട്ടെന്നായി പോയേരാം. പല ആൾക്കാരുടെ ഉടമ്പടി ഉടക്കി കിടക്കേണ്ട കാര്യം ഈ ഒക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ അവിശ്വസിച്ചുകൊണ്ട് അവസാനത്തെ കാര്യം എഴുതിയതാണ് പണിയായി പോയിരിക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഒരിക്കലും നടക്കാത്ത കാര്യം, എന്നാൽ നടന്നേ മുന്നോട്ട് പോകാൻ പറ്റാത്തുള്ള കാര്യം ആദ്യം എഴുതിയിട്ട് ദൈവത്തെ വിശ്വാസത്തിലെടുക്കണം. പരിശുദ്ധ അമ്മയ്ക്ക് 2 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വാഗ്ദാനത്തോട്, അതാണ് നിയോഗമെന്ന് പറയുന്നത്, ഇല്ലേ? ഉടമ്പടിയുടെ നിയോഗം എന്താണ്? നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കാം. അതാണ് നിയോഗം. ഉടമ്പടിയുടെ നിയോഗം. ആ നിയോഗത്തിന് ദൈവം ആവശ്യപ്പെടുന്നത് നിബന്ധന മറിയത്തിൻ്റെ പ്രത്യാശയാണെന്നുള്ളത് ദൈവം മാതാവിനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവിടെയാണ് വിഷയം വന്നത്. ഉടമ്പടിക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമാണ് നമുക്ക്. അല്ലാതെ ആലപ്പുഴ വരാൻ വണ്ടിക്കാശുണ്ടായാൽ മാത്രം വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് മാതാവിൻ്റെ പ്രത്യുത്തരം എന്താണ്? എലിസബത്ത് പറയണത്, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചു. രണ്ടാമത്തെ എന്താണ്? നിറവേറുമെന്നാണ് വിശ്വസിച്ചത്. ഭാവി നടക്കാൻ പോണ കാര്യമാണ്. അതിനകത്ത് പ്രത്യാശയുണ്ട്. ഒരേ സമയം ഉടമ്പടിക്ക് നമുക്ക് വരുന്നിരിക്കുന്ന നിബന്ധന വിശ്വാസവും പ്രത്യാശയുമാണ്. ഈ വിശ്വാസവും പ്രത്യാശയും എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യണത്? ഇപ്പോൾ അവരുടെ പേരെന്നാ നമ്മൾ കണ്ടത്, ഷെർലി, അല്ലേ? ഷെർലി പട്ടിയൂർക്കാവിൽ എന്താ ചെയ്യണം? അവർ ഈ മകൻ 2ാം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടി കാശ് രൂപ അവർ പോക്കറ്റിലിട്ട് കൊടുക്കും. എന്നിട്ടെന്താ പറയണത്? മകനെ, നീ 2ാമത്തെ ഇൻ്റർവ്യൂവിൽ, 2ാമത്തെ കമ്പനി ഇൻ്റർവ്യൂവിൽ, സ്കൂളിൻ്റെ ഇൻ്റർവ്യൂവിൽ നീ ജയിക്കും. അതെന്താണ്? ഷെർലിയുടെ പ്രത്യാശയാണ്. വിശ്വാസമുണ്ട് അതിൻ്റെ അകത്ത്, അല്ലേ? എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും പഴയ ഉടമ്പടി എല്ലാം ചെയ്യണത് ആദ്യം ഒരു സ്തംഭം നാട്ടും, പിന്നെ അവർ ഉടമ്പടി ചെയ്യും, പിന്നെ അവർ ഭക്ഷണം കഴിക്കും. ഇതെല്ലാം സ്ഥിരീകരണത്തിൻ്റെ ഒരു ഇതാണ്. മരിയൻ ഉടമ്പടി നമ്മൾ സ്തംഭം നാട്ടുന്നതിന് പകരം നമ്മളെ കൊടുക്കുന്നത് ഉടമ്പടി കാശുരുവാണ് കൊടുക്കുന്നത്. ഉടമ്പടി കാശുരു എന്ന് സ്തംഭം നാട്ടണം എന്താണ്? പഴയ നിയമത്തിൽ കല്ലെടുത്ത് വെക്കും. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് വെക്കും, ഒരു കരിങ്കല്ല്. എന്നിട്ട് അതിന്മേൽ ഉടമ്പടി തൈലം ഒഴിക്കും. അപ്പോഴാണ് അത് ഓർമ്മക്കല്ലാണ്, സ്മാരകശില. അപ്പോൾ ഈ സ്മാരകശിലയുടെ ഉടമ്പടിയിൽ നിന്ന് നമുക്ക് കുറേ സംഭവങ്ങൾ മരിയൻ ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി തൈലം ഒരു സ്മാരകശിലയാണ്. പിന്നെ ഉടമ്പടി പത്രിക, പിന്നെ ഉടമ്പടി കാശുരൂപം, ഇങ്ങനെ കുറേ സ്മാരകശിലകളുണ്ട്. പക്ഷേ എന്താ സംഭവം? ഇതെല്ലാം ഈ ശില നാട്ടണം എന്തിനാണെന്ന് പഴയ നിയമത്തിൽ ഉടമ്പടി എടുക്കുന്നവർ, ഞാൻ യഹോവയുടെ നാമത്തിൽ ചെയ്ത ഉടമ്പടിയുടെ ഓർമ്മയാണതെല്ലാം.
അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് പറയും ഉടമ്പടി കാശുരൂപം പോകരുത് എന്ന് പറയും. കാശുരൂപം ആർക്കെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് അവർക്ക് കാര്യം അറിയാൻ പാടില്ലാതെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആയാൽ തിരിച്ചു കൊടുക്കും. കാര്യം അത് ഞങ്ങൾക്കറിയാം അതിൻ്റെ വില എന്താണെന്നറിയാം. അപ്പോൾ നിങ്ങൾക്കും അറിയണം. അതുപോലെ ഉടമ്പടി പ്രകാരമുള്ള ഓർമ്മ ആയിട്ടുള്ള തിരുവസ്തുക്കളാണ് അതെല്ലാം. അപ്പം അത് നിങ്ങളതേപോലെ തന്നെയാണ് കരുതേണ്ടത്. ചില ആൾക്കാർക്ക് ഈ കരുതൽ കൂടുതലാണ്. ഞാൻ ഉടമ്പടി കിട്ടിയിരിക്കുന്ന വസ്തു എന്താണെന്ന് ചിലർക്ക് വല്ലാണ്ടങ്ങോട്ട് അറിയാം. അവിടെയാണ് പ്രശ്നം. ചിലർക്ക് അറിയാം, ചിലർക്ക് വല്ലാണ്ടറിയാം എന്തെല്ലാമാണ് കിട്ടിയിരിക്കണമെന്ന്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവർക്ക്, ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യങ്ങളുള്ളത്. കാര്യം നമ്മൾ ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. ചില ആൾക്കാർ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് വെച്ചും പറയും ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞോട് വന്നത് ധൃതി ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ അടുത്ത 2 സ്റ്റോപ്പിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും കൃപാസനത്തിന്. ഇപ്പം ഞങ്ങൾ എന്താ പറയണം അവരോട്? ദയവായിട്ട് ഇവിടുന്ന് മാറി തരാമെന്നേ പറയത്തുള്ളൂ. അല്ല നിങ്ങൾ ഉടമ്പടി എടുക്കണം ഒന്നും പറയത്തില്ല. കാര്യം ഇവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിനൊന്നും നേടാനില്ല ഞങ്ങൾക്കറിയാം. കാര്യം അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഉടമ്പടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സാക്ഷി വിട്ടിട്ടുണ്ട്, ചേർത്തലയിലുള്ള സാക്ഷിയാണ്, ആലപ്പുഴത്തെ സാക്ഷിയാണ്. അതിടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീസ് എന്ന ആളാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 40 വർഷമായിട്ട് അദ്ദേഹത്തിന് വഴിയില്ല, പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇദ്ദേഹത്തിൻ്റെ 9 വീട്ടുകാരും ഉണ്ട് അടുത്ത്. അവർ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. അപ്പം ഞാൻ ഓർത്തു ഒട്ടൊപ്പം വെള്ളത്തിലാണ് പോണത്. ഇപ്പം എല്ലാ മാസവും തന്നെ ഇത് വിഷയമുണ്ട്. അതായത് തണ്ണീർമുക്കം കായലിൽ കൂടെ ഉപ്പ് വെള്ളം കയറി വരുമ്പോൾ ഇവിടെ വീടിൻ്റെ വകെ കയറും. തണ്ണീർമുക്കം കായലിലൂടെ അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട്, തണ്ണീർമുക്കം കായലിലൂടെ ഉപ്പ് കയറി വരുമെന്ന്. ഉപ്പുവെള്ളം കയറി വരുമ്പോൾ അത് കായലും പൊങ്ങിയിട്ട് ഇവരുടെ വീട്ടുവഴികളിലൂടെയാണ് ഈ ഉപ്പ് വെള്ളം കയറുമ്പോൾ മുട്ടപ്പം വെള്ളം എന്നാണ് പറയണത്. എന്നിട്ട് എങ്ങനെ 12 മാസവും വെള്ളം, അല്ലാതെ വർഷകാലത്ത് മാത്രമല്ല, വർഷകാലത്തും വേനൽക്കാലത്തും വെള്ളം, 12 മാസവും വെള്ളം, 40 വർഷമായിട്ട് വഴിയില്ല. ഇത് ക്യാപിറ്റൽ പ്രശ്നമാണിത്. എന്നിട്ട് ഈ വർഗീസ് ഒന്ന് ഉടമ്പടി ചെയ്യും, അമ്മ എനിക്ക് വഴിയില്ല, ഞാൻ മുട്ടപ്പം നീന്തിയാണ് 12 മാസവും ജീവിക്കണത്, എനിക്കൊരു സമാധാനം ഉണ്ടാക്കി തന്നെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ അവർക്കുള്ള വഴിയുടെ അവിടെ കേസിൽ കിടക്കണതാണ് സംഭവം. കേസിൽ കിടക്കണ കാരണമാണ് അവർക്ക് വഴി കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം കേസ് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ വർഗീസിൻ്റെയൊക്കെ കുറേ പേയ്മെൻറ്റ് അമ്മ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മകനെ ഇത് ചെയ്തു തരാം, ആദ്യം നീ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറയും. അപ്പോൾ വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കണം. ഉടമ്പടിയുടെ ഒരു സംഭവമാണല്ല, വിശ്വാസം പ്രഖ്യാപിക്കണം, പ്രത്യാശയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കണം. അതാ ലുക്ക 1:45. വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് ഈ മുട്ടപ്പം വെള്ളത്തിൽ വിതറും. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം, എങ്ങനെയാണ് വിശ്വാസം പ്രഖ്യാപിക്കണമെന്ന്. ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയതിന് ശേഷം മുട്ടപ്പം വെള്ളത്തിൽ നിൽക്കുന്ന ഇല്ലാത്ത വഴിയിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിൽ, കിട്ടാത്ത വഴിയിൽ, കേസായ വഴിയിൽ കൊണ്ടുപോയി ഈ ഉപ്പ് വിതറും. എന്താണ്? എൻ്റെ അമ്മ ഈ വഴി എനിക്ക് തരും എന്ന് പറഞ്ഞാണ് വിശ്വസിക്കണത്. വിശ്വസിച്ചവനാണ്. അത് വിശ്വസിച്ചത് മാത്രം കാര്യമില്ല, അത് പ്രഖ്യാപിക്കണം. വിശ്വാസം എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഉടമ്പടി തൈലം തേക്കണത് എന്താണ്? അത് പ്രഖ്യാപനമാണ്. വിശ്വാസം എപ്പോഴും പ്രഖ്യാപിക്കാനുള്ളതാണ്. അവരുടെ കയ്യിൽ അവിടെ ആ വെള്ളത്തിലിടാൻ പറ്റിയ സാധനം വർഗീസ് നോക്കിയിട്ട് ഉടമ്പടി ഉപ്പാണ്. ഉടമ്പടി ഉപ്പ് കൊണ്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് കർത്താവ് ഈ വഴി തരാൻ വേണ്ടി ആ വഴിയിൽ വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് 1 കൊല്ലമാകും. 1 കൊല്ലമാകുമ്പോൾ വർഗീസ് അമ്മയെടുത്ത് വരും. അമ്മയെടുത്ത് വന്ന് വെച്ചാൽ അമ്മയോട് പറയും, അമ്മേ 1 കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട് ഇതുവരെക്കും വഴി കിട്ടിയില്ല. അത് ആ അമ്മയോട് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ട്. ഇതാണ് വിഷയം. കാര്യം വിശ്വാസവും പ്രത്യാശയും മാത്രം പോരാ, ഒരു സ്നേഹത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ട അതിൻ്റെ അകത്ത്. കാര്യം ഉടമ്പടി സാങ്കേതികമായിട്ട് സംഭവിക്കുന്ന ഒരു കെമിക്കൽ ഫോർമുല അല്ല.
ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവസ്നേഹം ഉണ്ടാകണം. അപ്പോൾ വർഗീസ് കർത്താവിൻ്റെ അടുത്ത് നിന്ന് അമ്മയോട് തോന്നിച്ചും അമ്മയോട് പറയാം, അമ്മേ അത് നമ്മുടെ വീട്ടിലെ അമ്മച്ചിയോട് പറയണ പോലെ ഉള്ള സ്നേഹത്തിൽ പറയാം, അമ്മേ ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി വരുന്നു, എനിക്ക് വഴി കിട്ടിയില്ല, എനിക്ക് വഴി കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അമ്മ എന്തെങ്കിലും ചെയ്യണം, അമ്മ എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് സംഭവം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ മനുഷ്യന്മാരോട് പറയണ പോലെയുള്ള സ്നേഹത്തിൽ ഈ മനുഷ്യൻ പറയും. അത് അമ്മയുടെ ചങ്കിലേക്കുള്ളൂ ആ സംഭവം. ദൈവത്തിനോട് പ്രാർത്ഥിക്കണമല്ല പ്രശ്നം, ദൈവത്തിൻ്റെ ചങ്കിലെ കൊള്ളണം. അതിന് അവിടെ പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ 3 മീറ്റർ വീതിയിൽ വേറെ ഒരു വഴി ഈ മനുഷ്യന് വേറെ പറമ്പിൽ നിന്ന് വെട്ടി ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അമ്മ. അത് സംഭവം ഭയങ്കരമാണ്. അത് പറയുമ്പോൾ അത് സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട്, ജോമളാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യണത്. അവർ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഉള്ളതാണത്. എന്താണെന്ന് വെച്ചാൽ യോശുവ 3 പറയും, ഇതുവരെ ആവശ്യമാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നെന്ന് പറഞ്ഞില്ലേ, അതുപോലെ മനുഷ്യന് ആവശ്യമായതെല്ലാം വാഗ്ദാനത്തിലുള്ളതാണ്. അതാണ് ലൂക്ക 6 മത്തായി ശ്ലീഹ 6:32-33. എന്നുവെച്ചാൽ പുതിയൊരു വഴി വരികയാണ്, പുതിയ വഴി വെട്ടി വഴി വന്ന് റോഡായി. അത് പക്ഷേ അവർ ഒരു ഡിമാൻഡ് പറഞ്ഞു, വർഗീസ് എന്നാണ് നിങ്ങളുടെ കേസ് തീരണത് അന്ന് നിങ്ങൾ വഴി ചേഞ്ച് ചെയ്ത് തരണം, നിങ്ങൾ ആ വഴി എടുത്തിട്ട് ഞങ്ങൾ തന്ന വഴി ഇങ്ങോട്ട് തിരിച്ചു തരണം. അത് ഒരു പുരേടവാണ്, അത് നല്ല കുറേ സെൻറ്റ് വഴികളാണ്. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ ഉടനെ അതോടുകൂടി വർഗീസ് പറയുകയാണ്, അത് വന്നോടുകൂടി കേസ് ജയിക്കുകയും ചെയ്ത് ആ വഴി പഴയ വഴി ഞങ്ങൾ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യണ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്നാണ് ഈ സംഭവം. ഈ വർഗീസിന് ഈ ഉടമ്പടിയിൽ 1 കൊല്ലമായിട്ട് വർക്ക് ചെയ്യണില്ല. ഈ 1 കൊല്ലമുള്ള ഈ മനുഷ്യൻ ഉടമ്പടി എടുത്ത് മുട്ടപ്പം വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ അവസാനം ആ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ എന്ത് ചെയ്ത് ആ ഒരു 3ാമത്തെ ഘടകമുണ്ട്, സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയും. ആ സ്നേഹത്തിലൂടെ വന്ന് അമ്മയോട് പറയണം, അമ്മേ ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി, ഇപ്പോഴും ഞാൻ മുട്ടപ്പം വെള്ളത്തിൽ നീന്തുകയാണ്, അമ്മ എന്തെങ്കിലും ഒരു മരകൃതി ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥന വാരിക്കെട്ടി പറയണതല്ല, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് ദൈവത്തോട് അതേ സ്നേഹത്തോടെ പറയാൻ കഴിയണം. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയിലെല്ലാം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മക്കളോട്. ഉടമ്പടി വാഗ്ദാനമാണ്, വാഗ്ദാനം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാപിക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടത് എന്തൊക്കെയാണ്? വിശ്വാസം വേണം, പിന്നെന്താണ്? പ്രത്യാശ വേണം, പിന്നെ വേണമെന്നല്ല, ഇതൊക്കെ പ്രഖ്യാപിക്കണം നമ്മൾ. അവരിപ്പോൾ എന്താണ് അവർ ചെയ്തത്? ഷേളി എന്താ ചെയ്തത്? അലൻ രാജിൻ്റെ പോക്കറ്റ്, സ്വന്തം മകൻ്റെ പോക്കറ്റിലേക്ക് മാതാവിൻ്റെ മുഖം നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിലേക്ക് തിരിച്ചു വെച്ചു. എന്താണ്? അതിൽ വിശ്വാസമുണ്ട്, അതിൽ ആക്ഷൻ, വെരി ആക്ഷൻ. കാരണം ഈ നമുക്ക് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹം കൊണ്ട് പറഞ്ഞ് ഉള്ളിൽ നടന്നുകൊണ്ടൊരു കാര്യമില്ല. ഇതെല്ലാ സാധനവും പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസം പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത്. പ്രത്യാശ ഏറ്റുപറയുകയാണ് ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കും, സ്നേഹം പ്രകടിപ്പിക്കും. ഇങ്ങനെ 3 പ്രോസസ്സിലാണ് ഇത് വർക്ക് ചെയ്യണം. വിശ്വാസം പ്രഖ്യാപിക്കും. അപ്പോൾ ഉപ്പ് കൊണ്ട് ആ വെള്ളത്തിലിടുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു പ്രത്യാശ ഏറ്റുപറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു പ്രത്യാശ ഏറ്റുപറയും. പിന്നെ എന്താണ്? വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. അപ്പം അത് തന്നെയാണ് ഷേളി ചെയ്തത്. മകൻ്റെ നെഞ്ചിൽ കാശുരൂപം അവൻ്റെ പോക്കറ്റിലിട്ട് മാതാവിൻ്റെ മുഖം അവൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ബന്ധമുണ്ട്. ഈശോ പറഞ്ഞ ഒരു ബന്ധമാണത്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ
എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. അപ്പോൾ എന്നാ സംഭവിക്കണത്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അത് നിലനിൽക്കണേ എങ്ങനെയാണ്? സ്നേഹത്തിലാണിത് സംഭവം നിലനിൽക്കുന്നത് വചനം. കാരണം സ്നേഹമില്ലെങ്കിൽ ഈ വചനം നിലനിൽക്കത്തില്ല. വചനം ഉണ്ടാകും, നിലനിൽക്കത്തില്ല. ഇപ്പം 15:7 ഈ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ? യോഹന്നാൻ്റെ 15:7 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതെന്ത്? അപ്പോൾ ഈശോ എന്താ പറയണത്? നമുക്കിഷ്ടമുള്ളത് ചോദിക്കാം. അതായത് ഇന്ന കാര്യങ്ങളെന്നല്ല. അതായത് അത് നമുക്ക് എന്താണ് അവിടെ ഒരു വിഷയം വന്നിരിക്കുന്നത്. അതായത് വേറെ ഒരു സാക്ഷ്യം, ഷൈനി ബെന്നി യുടെ സാക്ഷ്യം തൊടുപുഴ. ഷൈനി ബെന്നിയുടെ സാക്ഷി ആഴ്ചയിലുള്ളതായിരുന്നു. അത് സാക്ഷ്യം ഇതാണ്. അവർ ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അവർ ആ വചനത്തിൽ നിലനിൽക്കുക. അവർ പറയുന്നത് 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ് സംഭവിക്കില്ല. 10 കൊല്ലമേ. ഞാൻ ഞെട്ടിപ്പോയി. അതായത് പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ഒരിക്കൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയൊക്കെ മുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും മുടങ്ങാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അതെന്താ കാരണം? അതെന്താ കാര്യം? ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് ഇടയ്ക്കൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും രോഗത്ത് നമ്മൾ ചെന്ന് പെട്ടാൽ, പ്രഷർ വേരിയേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കുടുംബ പ്രാർത്ഥന പോയാൽ ആ കുടുംബത്തിൻ്റെ ആത്മീയ പ്രഷർ വേരിയേഷൻ വന്നു. പിന്നെ എന്താണ്? നമ്മൾ എത്രയും എമർജൻസി ആയിട്ട് നമ്മളത് നോർമലാക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും കുടുംബ പ്രാർത്ഥന ചെല്ലാഞ്ഞിട്ട് പിന്നെ എല്ലാ ലോകത്തുള്ള ആൾക്കാരെല്ലാം കുടുംബ പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ജീവിക്കണത് എന്ന് പറഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ അപ്പം തീരുമാനമാകും. കാര്യം അതിൻ്റെ അകത്ത് വെച്ചാൽ ഞാൻ പണ്ടേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചതഞ്ഞു പോയി ഞാൻ ഒരിക്കൽ കുടിക്കാൻ നിൽക്കരുതെന്ന്. അത് കർത്താവ് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഉടനെ നെഗറ്റീവാണ് കയറി വരണത്. കാര്യം ആത്മീയമായിട്ട് ജീവിക്കാൻ വലിയ പാടാണ്. അതിന് വില കൊടുക്കണം. എന്താ കാര്യം വെച്ചാൽ നമ്മൾ വിലക്ക് വാങ്ങിയ ആൾക്കാരായത് കാരണം തന്നെ ദൈവത്തിന് മുതൽ മുടക്കുണ്ട്. അപ്പോൾ ദൈവത്തെ കൂടി നിർത്താൻ നമുക്ക് മുതൽ മുടക്കുണ്ടാകും. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു നിലപാട് കണ്ട ഒന്ന് കുറേ സാറേ 20 എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ കൂടെ ഉള്ള വചനം എന്താണ്? ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുള്ള മെയിൻസ് എന്താണ്? ശരീരമാണ്. രോഗമായാലും ക്ഷീണമായാലും മറ്റു തരത്തിലുള്ള വിഷമമായാലും ഇതെല്ലാം ശരീരത്തിൽ മഹത്വപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അല്ല, ഈശോ എനിക്ക് പനിയാണല്ലോ, ഈശോ എനിക്ക് കോവിഡാണല്ലോ, അങ്ങനെയല്ല. ഇൻ കേസ് കോവിഡ് ആണെങ്കിലും ഒമിക്രോൺ ആണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ച് എങ്ങനെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മുടെ ശരീരത്തിൽ പ്രഖ്യാപിക്കാം. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കണോ? പ്രൈസ് ദി ലോർഡ്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇത് പൗലോസ് അപ്പോസ്തലനെ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച, ആ രഹസ്യം കൊടുത്തതാണ്. അദ്ദേഹത്തിന് മാത്രമാണ് രഹസ്യം കൊടുത്തത്. കാരണം അദ്ദേഹം ചോദിച്ചു കാണും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട 3 പ്രേക്ഷിത പ്രവർത്തനമൊക്കെ പ്രേക്ഷിത യാത്രയൊക്കെ ചെയ്തല്ല,
കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടില്ല. എൻ്റെ കപ്പലിന് തന്നെയാണല്ലോ അപകടം ഉണ്ടായത്. ഞാൻ നഗ്നനായിട്ട് പുതപ്പും ബൈബിളും നഷ്ടപ്പെട്ടിട്ട് ഞാൻ നഗ്നനായിട്ട് ഒഴുകി നടന്നില്ല. എന്താണ് അപ്പോസ്റ്റലായിട്ട് പോലും എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കാണും പുള്ളിക്കാരി. അതിനെക്കുറിച്ച് പുള്ളി ഒരു വിജാതി യഹൂദിയിൽ നിന്ന് പെട്ടെന്ന് ന്യാസപ്പെട്ട ഒരാളാണല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതെല്ലാം ശരീരത്തിലാണ് നീ സഹിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിൽ, ക്രിസ്തുവിൻ ശരീരത്തിലാണ് സഹിച്ചത്. എന്താണ്? ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പോൾ ഒന്ന് കുറച്ച് 6:20 അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയാൻ ദൈവം എന്താ കൊടുത്തത്? ക്രിസ്തുവിൻ്റെ ശരീരമാണ് കൊടുത്തത്. അത് ആ ക്രിസ്തുവിൻ്റെ ശരീരം കൊടുത്തതെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകൾ, പീഡാനുഭവങ്ങൾ, നമുക്ക് വേണ്ടി സഹിച്ച പീഡാനുഭവങ്ങൾ, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടെടുത്തത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ കൊടുത്തിട്ടാണ്. അപ്പം അതുകൊണ്ടാണ്, അതാണ് പൗലോസ് പറയണത്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ഇതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരായത് കാരണം നിത്യത അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോട്ടെ, പട്ടിയെപ്പോലെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര പേര് അങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റി ആയാലും ഇല്ലേ, ഒരു വലിയ കുഴപ്പമുണ്ട്. അവർ സഭയിൽ തന്നെ ഹോമോസെക്സിനെ അംഗീകരിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശാസ്ത്രീയമായിട്ട് STPയുടെ പ്രശ്നമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. STP അതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാരുണ്ടാവും. അവരാണ് ഹോമോസെക്സ് ടെൻഡൻസി കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് അത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി കരുതിയത് കൊണ്ട് അധമവികാരങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് പ്രശ്നം. അപ്പോൾ വികാരങ്ങൾ പലതുണ്ടാകുകയും അങ്ങനെ പല വികാരങ്ങളും ഉണ്ടാകും മനുഷ്യന്. അതെല്ലാം മനുഷ്യൻ്റെ വികാരങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും ഇല്ലേ? അമ്മ ഏതാണ്, പെങ്ങളന്മാരേതാണെന്ന് അറിയാൻ പറ്റാതെ വരും. അത് പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെയല്ലേ, അമ്മയും പെങ്ങളും അറിയത്തില്ലല്ലോ അതിനൊക്കെ. അപ്പോൾ അതൊക്കെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായിട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ അംഗീകരിക്കാത്തവരും യുക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തുന്നവരും അങ്ങനെ പല വേഷങ്ങളും കെട്ടുന്നത്. വി ആർ നോട്ട് റെഡി ടു ഫോളോ ഇറ്റ് ആൻഡ് വി ആർ നോട്ട് ലൈബിൾ ടു ഫോളോ ഇറ്റ്. അത് വിശ്വാസി മനസ്സിലാക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നമ്മളുടെ വില കൊടുത്തത് ആരാണ്? കർത്താവ് തന്നെ അവൻ്റെ ശരീരത്തിൽ സഹിച്ചുകൊണ്ടാണ് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ വില കൊടുത്തത്. സോ വി ഹാവ് ടു പേ ഇറ്റ്. തിരിച്ച് നമ്മൾ പേ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? കുറച്ച് ക്ലേശങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ളത് യേശുവിൻ്റെ നാമത്തിലേ. നമ്മൾ നേരത്തെ കണ്ട കൊളോസ്യസ് 1:24 അനുസരിച്ച് കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കാലികമായ പോരായ്മ, പൗലോസ് അപ്പോസ്തലൻ അവിടെ എവിടെയോ ഒക്കെ അന്നത്തെ കാലത്തെ ഒരു ചിന്താപരിമിതി അനുസരിച്ചാണ് അദ്ദേഹം ആ വിഷയത്തെ വീക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ പോരായ്മ ഒന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പത്രോസ് പറയുന്നുണ്ട്, ക്രിസ്തു എന്നും നിലനിൽക്കുന്നുവെന്ന്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 12:34 ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. യോഹന്നാൻ 12:34 അനുസരിച്ചുകൊണ്ട് ക്രിസ്തു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ആളല്ല, കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ആളാണ്. അപ്പോൾ കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള കാലത്തിൻ്റെ ഒപ്പമുള്ള ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ പോരായ്മയാണ് സഹനസഭ നികർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാക്കുന്നത്. അതായത് ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ അത് എന്നും നിലനിൽക്കുന്ന ക്രിസ്തു അതിൻ്റെ സഹനങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പോൾ പല വ്യാഖ്യാതാക്കളും പറയണത്, ഒരു മനുഷ്യനായ ക്രിസ്തു മനുഷ്യനെന്ന നിലയിൽ കർത്താവിൻ്റെ സഹനങ്ങളിൽ പോരായ്മ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ച ആളാണ് യേശു അല്ലേ? അവസാനത്തുള്ളിൽ ചോര വരെ തന്നാണ്. പക്ഷേ ക്രിസ്തു എന്നും നിലനിൽക്കുകയാണ്. എന്നും നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തോടാണ് മൗതിക ശരീരത്തോടാണ്
സഭ. ആ സഭയിലാണ് നമ്മൾ സഹിക്കുന്നത്. അപ്പോഴെന്താണ്? ക്രിസ്തുവിൻ്റെ തുടർച്ച, സഹനത്തിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ ഈ സഹനത്തിൻ്റെ തുടർച്ച നമ്മൾ ആരുടെ പേരിലാണ് എടുക്കണത്? ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പിതാവായ ദൈവം മഹത്വപ്പെടും. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ പിതാവായ ദൈവം മഹത്വപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് മഹത്വത്തിലേക്ക് നമ്മൾ ഒരു തീർത്ഥയാത്രയാണ്, മഹത്വത്തിൻ്റെ തീർത്ഥയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവൻ്റെ ഈ ലോകത്തെ ജീവിതവും അവൻ്റെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രത്യാശ ഏറ്റുപറയാൻ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസി എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഉടമ്പടിയാ. ഈ കാര്യങ്ങൾക്കെല്ലാം ഉടമ്പടി പുതിയ അർത്ഥം നൽകുന്നതാണ് ഉടമ്പടിയുടെ വിജയം. എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ വിജയം തന്നെ ചില സമയത്തൊക്കെ ഒരു കഷ്ടപ്പാടുകളുടെ ഒരു അംശം ഉണ്ടാവും. കാര്യം എന്താണ് കാര്യത്തിൽ എന്താണ് കഷ്ടപ്പാടിൻ്റെ അംശം ഉണ്ടാകാൻ കാരണം? കഷ്ടപ്പാടല്ല, ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ് പാസ്സാകണേ, പക്ഷേ നമ്മൾ IAS പാസ്സാകണേ. അപ്പോൾ IAS 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം IAS കഷ്ടപ്പാടാണ്. IASകാരന് IAS കഷ്ടപ്പാടല്ല, എങ്ങനെയെങ്കിലും പരീക്ഷ വരാനുണ്ട് കൊതിക്കാൻ. അവിടെ പക്ഷേ കഷ്ടപ്പാടെന്ന് പറയണത് വ്യക്തിപരമാണത്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? അതായത് 1-ാം ക്ലാസ്സുകാരന് IAS കഷ്ടപ്പാടാണ്, IASകാരൻ റാങ്ക് ഹോൾഡറിന് കഷ്ടപ്പാടല്ല. കാര്യം എന്താണ്? അവൻ്റെ കലിബർ തെളിയിക്കാനുള്ള അവസരമാണ്. എല്ലാ കഷ്ടതകൾ അവസരങ്ങളാകണത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെന്ന് ഈശോ പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിന് ശേഷമാണ് അത് ഗർഭിണിയുടെ വേദനയായിട്ട് വരണത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊള്ളവൻ്റെ വേദന അല്ല നമ്മുടെ ദുഃഖം, ഗർഭിണിയുടെ വേദന എന്ന് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 16:21 അധ്യായം 21 വാക്യം വായിച്ചോളൂ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതായത് നമുക്കൊരു ദുഃഖം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തന്നെയാണത്. പക്ഷേ നിത്യത നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി അത് വാഗ്ദാനമാകുമ്പോഴാണ് ഇവിടെ കഷ്ടപ്പാട് നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്നത്. മനസ്സിലായില്ലേ? കഷ്ടപ്പാടിനെ രോഗം, ക്ഷീണം. കാര്യം ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ സ്പെക്കുലേറ്റീവായിട്ട് പറയണില്ല. കുഞ്ഞുനാൾ തൊട്ട് രോഗിയാണ് ഞാൻ. എല്ലാ കാലഘട്ടങ്ങളിലെ രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ ആ രോഗത്തോട് കൈവരിച്ചിട്ടൊരു നിലപാടുണ്ട്. അതെന്നെ കർത്താവ് പഠിപ്പിച്ച നിലപാടാണ്. തെദേവ് എന്ന് പറയുന്ന ആത്മകഥയിൽ അതെല്ലാം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്? പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ട്. എന്താണ് അത്? റോമ 1:18 എന്താണ്? നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ പ്രൈസ് ദി ലോർഡ് സ്തുതിക്കട്ടെ. ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ മനുഷ്യന് എല്ലാവിധ രോഗങ്ങളുണ്ടായിരുന്ന ആളാണ്. ആർക്ക്? പൗലോസ് അപ്പോസ്തലനെ. അപ്പോൾ രോഗത്തിൻ്റെ ഇടയ്ക്കും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, കടലിൽ ഒഴുകി നടന്നിട്ടുണ്ട്, കള്ളന്മാർ കൈ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ 8:35 പറയുന്നുണ്ട്. റോമ 8:35 ഇത് ഈ വചനം ഇപ്പോൾ 8:18 തോന്നുന്നു. 8:18 നിന്ന് നമ്മൾ 35 കയറുമ്പോൾ ഈ മനുഷ്യന് എല്ലാ കാര്യവും പറയും, എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും?
ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. കാര്യം ഈ നഗ്നതയോ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയാമോ? ഈ മനുഷ്യൻ തുണി ഉരിഞ്ഞു പോയായിരുന്നു. മാൾട്ടയിലൊക്കെ സംഭവിച്ച സമയത്തും കടലിൽ ആക്രമണം ഉണ്ടായ സമയത്തും അന്നൊക്കെ വസ്ത്രങ്ങൾക്ക് ഭയങ്കര വിലയുള്ള കാലമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഗാന്ധി സിനിമയിലെ ഗാന്ധി പോലും ഒരു വസ്ത്രം അലക്കണ സ്ത്രീക്ക് അവൾക്ക് ആ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് അവൾ ഓരോ ഭാഗം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം മേലങ്കി കൊടുക്കുന്നത്. അങ്ങനെ അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അതാണ്. വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ എല്ലാം രണ്ടാം ലോകം. അപ്പോൾ ഇന്നത്തെ കാലം ഇതാണ് അവസ്ഥയെങ്കിൽ അന്നത്തെ കാലം എന്തായിരിക്കും? വസ്ത്രം കിട്ടിയവരെടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ തുണിയില്ലാതെയാണ് കരക്ക് കയറണത്. എന്നിട്ടാണ് പറയണത്, ഞാൻ തുണിയില്ലാതെയാണ് ഇപ്പം കരക്ക് കയറിയിരിക്കുന്നത്, അപ്പോസ്തലനാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? നഗ്നതയ്ക്കോ എന്നാണ് ചോദിക്കണത്. കാര്യം നഗ്നതയിൽ വരുമ്പോൾ നമുക്കെന്താ സംഭവിക്കണം? നാണക്കേട് ഉണ്ടാകത്തില്ല, ആക്ഷേപം ഉണ്ടാകത്തില്ലേ? അപ്പം ഈ മനുഷ്യന് മാനുഷ്യമായി അനുഭവിക്കുന്ന ആക്ഷേപവും നാണക്കേടിനേക്കാൾ പവർഫുള്ളാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം. അതാണ് വിഷയം. എന്നിട്ട് ഈ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മൾ വേർപെടുത്താൻ ചോദിക്കണത്? ഒന്നിനും വേർപെടുത്താൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം തന്നെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഉത്തരം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വിശ്വാസി കേൾക്കാത്തതിൻ്റെ കാരണം ഈ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായത് കാരണമാണ്. ഇപ്പോൾ ഇന്ന് സഭയിൽ കുറേ തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തരത്തിൽ വരുന്നുണ്ട്. അജ്ഞാനികളിൽ നിന്നും വേദഗ്രന്ഥം അറിയാത്തവരിൽ നിന്നും വിശ്വാസി എന്താണ്, ഈശോ ആരാണെന്നും അറിയാൻ പാടില്ലാത്ത വിജാതിയിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിതിനൊക്കെ മറുപടി കൊടുക്കാൻ നടക്കുകയാണ്. അതിന് മറുപടി കൊടുക്കുന്ന വലിയ ക്യാമ്പയിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറുപടി കൊടുക്കണ്ട എന്നല്ല പറയണത്, പക്ഷേ വിശ്വാസം വിശദീകരിക്കപ്പെടണം, അത്രയേ ഉള്ളൂ. തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആദിമസഭ എന്താ ചെയ്തത്? ആദിമസഭ ഇപ്പോൾ തീത്തോസിൻ്റെ 3:9 ശ്രുതികട്ടെ പറയണേ, അവിടെ കിടന്ന് പറയട്ടെ. അപ്പം നമ്മളൊന്നും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസിൻ്റെ 3:15. 1 പത്രോസ് നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. 1 നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാസന്നദ്ധരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വിശ്വാസികൾ എക്കാലവും ചെയ്യേണ്ടത് എന്താണ്? അതായത് നമ്മൾ സയൻസ് വെച്ച് തർക്കിക്കുന്നു, അല്ലേ? വേറെ പല കാര്യങ്ങൾ വെച്ച് നമ്മൾ തർക്കിക്കുകയാണ്. പൊളിറ്റിക്സ് വെച്ച് തർക്കിക്കുന്നു, മറ്റു മതങ്ങളിലെ ന്യൂനതകൾ വെച്ച് തർക്കിക്കുന്നു. ഇതൊന്നും നമ്മൾ ബാധ്യസ്ഥരല്ല, ഇതൊന്നും നമ്മുടെ രീതികളല്ല. അവിടെ പല മതങ്ങളിൽ പലതരത്തിലുള്ള ന്യൂനതകളുണ്ടാവും. ഒരു മതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ സംവിധാനങ്ങളായ കാരണം അതിൻ്റെ ന്യൂനതകൾ ഇവിടെ ഉണ്ടാകും, അവിടെ ഉണ്ടാകും. അതൊന്നുമല്ല പ്രശ്നം. നമ്മളെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നതും വചനത്തെക്കുറിച്ച് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, അവ പ്രയോജനരഹിതമാണ്, ഒരു കഥയുമില്ലാത്ത കാര്യമാണ്, വെറുതെ സമയം പോകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം. ആദ്യത്തെ കാര്യം അതാണ്. ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കണം. കാര്യം എല്ലാ കർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു, അല്ലേ? 1 കൊരിന്ത്യസിൻ്റെ 15:26-27 വരുമ്പോൾ ദൈവം സമസ്തവും. അപ്പോൾ സാത്താൻ വർഷിപ്പായാലും ബ്ലാക്ക് മാസ് ആയാലും അതിൻ്റെ കൂടെ വരുന്ന ഇലുമിനാറ്റി ആയാലും വേറെ എന്തെല്ലാം വിശ്വാസ രീതികളായാലും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളാണെന്ന് വിശ്വാസി അറിയണം. ഇന്നല്ലെങ്കിൽ നാളെ
അവസാന ചാപ്റ്റർ ദൈവം ഈ പ്രപഞ്ചത്തിന് എഴുതുമ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ കീഴിലായിരിക്കും. പിന്നെ അത് നമ്മൾ തർക്കിച്ച് കീഴിലാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഈ കുറത്തെ പോയിൻറ്റ്. അപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കണം. അതാണ് ഏറ്റവും വലിയ സഭയുടെ മെയിൻ സംഭവം. അതാണ് യേശു കർത്താവാകുന്നു. എല്ലാത്തിൻ്റെയും കർത്താവാണവൻ, പിശാചിൻ്റെയും കർത്താവാണവൻ. അത് ബോധത്തോടെ മനസ്സിലാക്കണം. പിന്നെ അതുകൂടാതെ എന്താണത്? നിങ്ങളുടെ പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്നവരെ, നമ്മുടെ പ്രത്യാശ എന്താണ്? നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. എൻ്റെ പ്രത്യാശയെക്കുറിച്ച് എന്നോട് വിശദീകരണം ആവശ്യപ്പെടുന്നവരെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ താത്വികമായിട്ടല്ല സംസാരിക്കണത്. താത്വികമായിട്ട് ആർക്കും സംസാരിക്കാം, താത്വികമായിട്ട് ആർക്കും സംസാരിക്കാം. പക്ഷേ ദൈവത്തെ നമ്മൾ എങ്ങനെ അനുഭവിച്ചു, അതാണ് വിഷയം. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ദൈവത്തെ എങ്ങനെ അനുഭവിച്ചു, അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയണത്. അതുകൊണ്ടാണ് കൃപാസനം ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ, പല വിഷയങ്ങൾക്ക്, വിവാദ വിഷയങ്ങളൊക്കെ സഭയിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും സാക്ഷ്യം കൊണ്ടാണ് മറുപടി പറയണത്. എന്താ കാര്യം? ക്രിസ്തു കർത്താവാണ്. പിന്നെ നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ വിശദീകരണമാണ് നമ്മൾ നൽകണത്. എന്താണ്? നമ്മുടെ കൂടെ നിന്നവരെ ദൈവത്തെ കണ്ടെത്തിയവരുടെ അനുഭവങ്ങൾ. അതാണ് പൗലോസ് പറയണത്. നിങ്ങൾക്കൊരു വിശദീകരണം ആവശ്യപ്പെടുന്നവരെ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ വിശദീകരണം കൊടുക്കണം. എന്ത് വിശദീകരണം കൊടുക്കണം? ബുദ്ധിപരമായ വിശദീകരണം കൊടുത്തിട്ട് കാര്യമില്ല. അത് ഒരിടത്തും നിർത്തത്തില്ല. ഇപ്പോൾ ചിലർ യേശു നിരീശ്വരവാദിയാണെന്ന് പറയണം. ചില ആൾക്കാർ യേശു തന്നെ പറയണം ഞാൻ നിരീശ്വരവാദി അല്ലെന്ന് പറയണം. ഇനിയിപ്പോൾ യേശു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഗവേഷണം നടത്താൻ പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ യേശു നിരീശ്വരവാദി അല്ലെന്ന് പറയണം. വല്ല കാര്യമുണ്ടേ? അവൻ ചത്തുപോയില്ലേ? അവൻ നിരീശ്വരവാദി ആയാൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? ഇതൊന്നും സഭയുടെ വിഷയമല്ല. സഭയുടെ വിഷയം എന്താണ്? ക്രിസ്തു കർത്താവാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുന്നതിൻ്റെ അടയാളമായി നീ നിൻ്റെ കൈ നെഞ്ചത്ത് വെക്കുക. നല്ലവൻ ഐശ്വര്യ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യും. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവ് ഈ നിമിഷം മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. അങ്ങയുടെ വചനങ്ങൾ കേട്ട് ഞങ്ങൾക്ക് അഭിഷേകം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ് ഞങ്ങൾ ആരാണ്? ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? ഞങ്ങളിപ്പോൾ കൈവരിക്കേണ്ട നിലപാട് എന്താണ്? വിഷയങ്ങളുടെ സമീപനം എന്താണ്? എല്ലാം അങ്ങ് വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നിലപാടുകൾ നൽകി. നന്ദി പറയുന്നു കർത്താവേ. ഇപ്പോഴും ഞങ്ങൾ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു പറയുന്നു. കർത്താവ്, അനേകം മക്കൾ ഇപ്പോഴ് ഈ ആരാധന കൂടിയിരിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമമുണ്ട്. അവർക്ക് രോഗങ്ങളുണ്ട്, അവർക്ക് കടങ്ങളുണ്ട്, ജീവിത ഭാരങ്ങളുണ്ട്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്, ജീവിത പങ്കാളിയെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ കർത്താവെ ഒരു ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, പഠന മേഖലയെ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, തൊഴിൽ മേഖലയെ വിഷയം അനുഭവിക്കുന്നവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കർത്താവെ ഓരോരോ സ്ഥാപനങ്ങൾ, കർത്താവെ ഉൽപാദന സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ തളർന്നു പോയവരുണ്ട്. മാറിയ പശ്ചാത്തലത്തിൽ കർത്താവെ വളരെ വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരെ എല്ലാം നീ ഏറ്റെടുക്കണം. അവരുടെ ഭവനങ്ങളെ നീ ഏറ്റെടുക്കണം. അവരുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം. ഉടമ്പടി ചെയ്തു പോയ എല്ലാ മക്കളും, ഇനി ചെയ്യാനിരിക്കുന്ന മക്കളെ എല്ലാം കർത്താവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈശോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരെ നിന്നുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ജീവിക്കുന്ന ജ്വലിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അനേക മക്കളുടെ കർത്താവെ കൊടികാറ്റടിക്കുന്ന പരമ ദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, പഠനത്തിലും മനസ്സ് മങ്ങിയിരിക്കുന്ന മക്കള്, ബുദ്ധി മങ്ങിയിരിക്കുന്ന മക്കള്, ഓർമ്മശക്തി കുറവുള്ള മക്കള്, കർത്താവേ പഠിക്കാൻ ഉത്സാഹം കാണിക്കാത്ത മക്കള്, പഠിച്ചിട്ട് കര പറ്റാത്ത മക്കള്, പരീക്ഷയെ ഭയപ്പെടുന്ന മക്കള്, ഒത്തിരിയേറെ പരീക്ഷകള് എഴുതാനുള്ള മക്കള്, എഴുതാൻ മനസ്സില്ലാത്തവര്,
കർത്താവേ ആശിച്ചു പോയ വിഷയങ്ങള് പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ കർത്താവെ ഉപേക്ഷിച്ചു പോയവരെ, അവരെ സർട്ടിഫിക്കറ്റ് വിത്തുകളുടെ പോയവരെ കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രേഖകള്, വസ്തുവിന്റെ പ്രമാണങ്ങള്, പട്ടയങ്ങള്, അന്യകരങ്ങളിലെ അകപ്പെട്ടു പോയവരെ ഈശോയെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർണം നഷ്ടപ്പെട്ടവര്, പണം നഷ്ടപ്പെട്ടവര്, പല സ്ഥാപനങ്ങളില് നിക്ഷേപിച്ചിട്ട് ആ സ്ഥാപനം തന്നെ പൊളിഞ്ഞുപോയ അവസ്ഥകള്, വ്യവസായശാലകള്, വ്യാപാരശാലകള് അടച്ചുപൂട്ടപ്പെട്ടവര് കർത്താവേ ഇപ്പോഴ് അവർക്കെല്ലാം ഉയർത്തുന്നേൽപ്പ് നൽകണമേ, ഉയർത്തുന്നേൽപ്പ് നൽകണമേ. ദൈവമേ, ഓരോ വിഷയങ്ങൾക്ക് ഉടമ്പടി ചെയ്തിരിക്കുന്നവര്, ഉടമ്പടി പുതുക്കിയവര് അടിയന്തരമായിട്ട് ഇന്ന കാര്യങ്ങള് നടന്നേ മതിയാവൂ എന്ന് ഹൃദയം ശ്വാസമിടിച്ച് പ്രാർത്ഥിക്കുന്നവര് അവരെ നീ ഏറ്റെടുക്കണമേ, അവർക്ക് സാക്ഷികളാക്കി മാറ്റണമേ. അവർക്ക് ഉടമ്പടിയുടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏകസ്ഥരായി ജീവിക്കുന്നവരെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വസ്തുക്കളെ അടിച്ചു മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്ന പിശാചി ചിന്തകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങള്, മക്കള്, വീട്, വിവാഹം, വഴി, ജോലി, പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ കിട്ടാത്തതിന്റെ പേരിൽ നിരാശയും വേദനയും അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ലോകത്താന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് അഭിഷേകം ഒഴുക്കണമേ. ദൈവത്തിന്റെ വചനങ്ങള് തിരുമനസ് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിക്ക് തെളിച്ചു കൊടുക്കണമേ. ഹൃദയം മൗനമായി കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് പൊത്തി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ച് സ്വീകരിക്കാം. ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ ആവേ 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 മരിയ ആവേ